കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് തളിപ്പറമ്പിലാണ്, രാജേശ്വര ക്ഷേത്രത്തിന് സമീപം. ഞങ്ങളിവിടെ തേടി വന്നിരിക്കുന്നത് തളിപ്പറമ്പിൻ്റെ തലവര മാറ്റിയ ഒരു മനുഷ്യൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ ചെറുമകനെയും തേടിയാണ്. തളിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും മനസ്സിൽ ആദ്യം ഓടിയെത്തുക രാജേശ്വര ക്ഷേത്രമാണ്. കാരണം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മനുഷ്യർ ഭക്തിയോടെ എത്തുന്ന ഒരു മണ്ണ്. ഇപ്പം ഈ തളിപ്പറമ്പിനൊരു പ്രത്യേകതയുണ്ട്. തളിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ അത് കമ്പനി സ്വാമി എന്ന പേരുമായി ചേർത്ത് വായിക്കണം. ഏതാണ്ട് തളിപ്പറമ്പിൻ്റെ ഒരു 100 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള തളിപ്പറമ്പിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് വിത്തുപാകിയ മനുഷ്യൻ. ഇവിടുത്തെ വികസനം അന്നത്തെ പഴയ കാലത്ത്, നൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വൈദ്യുതി ഇല്ലാതിരുന്ന കാലത്ത് ജനറേറ്റർ വെച്ച് തെരുവ് വിളക്കുകൾ കത്തിച്ച മനുഷ്യൻ. ഏതാണ്ട് 65 വർഷം വിശക്കുന്ന വയറുകളെ ഊട്ടിയ മനുഷ്യൻ. തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് 450 ഏക്കർ പാവപ്പെട്ട മനുഷ്യർക്ക് തല ചായ്ക്കാൻ ഒരു കൂര വെക്കാൻ പകുത്തു കൊടുത്ത മനുഷ്യൻ. മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്താൻ കമ്പനികൾ സ്ഥാപിച്ച, എന്ന് പറഞ്ഞാൽ ഓട്, നെയ്ത്ത്, ഓയില് തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ നിരവധി ഫാക്ടറികൾ, അതിന് കമ്പനി എന്നാണ് സാധാരണക്കാർ പറയുക, കമ്പനികൾ സ്ഥാപിച്ച മനുഷ്യൻ. ആദ്യമായിട്ട് തളിപ്പറമ്പിൻ്റെ മണ്ണിൽ ബസ് പരിചയപ്പെടുത്തിയ മനുഷ്യൻ, ഓട്ടോറിക്ഷ പരിചയപ്പെടുത്തിയ മനുഷ്യൻ, ഇരുചക്ര വാഹനം മോട്ടോർ ബൈക്ക് പരിചയപ്പെടുത്തിയ മനുഷ്യൻ. സമാനതകളില്ലാത്ത സാമൂഹ്യ സേവനത്തിൻ്റെ, ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു നാമമാണ് കമ്പനി സ്വാമി. അപ്പോൾ കമ്പനി സ്വാമിയെക്കുറിച്ച് അന്വേഷിച്ച് വരുമ്പോഴാണ് കമ്പനി സ്വാമിയുടെ പേരക്കുട്ടിയെക്കുറിച്ച് അറിയുന്നത്. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചേക്കാം എന്ന് കരുതി ആ വഴിക്ക് സഞ്ചരിച്ചപ്പോൾ അതിലേറെ രസകരമായ അനുഭവങ്ങൾ. മനുഷ്യർക്കൊപ്പം ഇഴജന്തുക്കളെയും പ്രകൃതിയെയും ഒക്കെ ഹൃദയത്തിലേറ്റുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നാണ്. അദ്ദേഹം ഈ പറയുന്നത് പോലെ തന്നെ അന്നദാതാവാണ്. എന്താ പറയേണ്ടത്, സംഗീതത്തെ സ്നേഹിക്കുക, പട്ടിണിടക്കുന്നവരുടെ വിശപ്പ് മാറ്റുക. അങ്ങനെ ആ ചെറുമകനും പിതാമഹന്മാരുടെ പാത പിന്തുടർന്ന് ജീവിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഇപ്പം മാറി, ഞാൻ എന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന പുതിയ കാലത്ത് മനുഷ്യരെയും പ്രകൃതിയെയും ഇഴജന്തുക്കളെയും വന്യമൃഗങ്ങളെയും എന്തിനേറെ രാജവെമ്പാല 100 രാജവെമ്പാലകൾക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ അവസരം നൽകാൻ വേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ച ഒരു മനുഷ്യൻ. അങ്ങനെ നമുക്കൊന്ന് സഞ്ചരിക്കണം ആരിലൂടെയൊക്കെ? കമ്പനി സ്വാമിയിലൂടെയും അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി വിജയ് നീലകണ്ഠനിലൂടെയും. അപ്പോൾ കമ്പനി സ്വാമിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് പേരക്കുട്ടിയിൽ നിന്നറിയാം. പ്രേക്ഷകർക്കും അപ്പം കമ്പനി സ്വാമിയുടെ പേരക്കുട്ടിക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. വളരെ വളരെ സന്തോഷം. ഞങ്ങൾ ഈ സക്സസ് സ്റ്റോറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഏകദേശം 150 എപ്പിസോഡ് പിന്നിടുകയാണ്. നമ്മുടെ ഇന്നത്തെ കാലത്തെ മനുഷ്യർ ചരിത്രം, നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി ചെയ്തതെല്ലാം മറക്കുന്ന ഒരു കാലഘട്ടം. ഇന്നിൻ്റെ കാലം അങ്ങനെയാണ്. മാതാപിതാക്കളെ പോലും അവർക്ക് ഓർമ്മിക്കാൻ സമയമില്ല. ഞാനും പിന്നെ ഞാനും. പണ്ട് ഞാനും എൻ്റെ കുടുംബവും, അല്ലെങ്കിൽ ഞാനും അവളും എൻ്റെ 2 മക്കളും, നാം ഒന്ന് നമുക്കൊന്ന്, നാം ഒന്ന് നമുക്ക് 2, ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മളിലേക്ക് മാത്രം ഒരുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ സഞ്ചരിക്കുമ്പോൾ മനുഷ്യരെ ഒന്ന് ഓർമ്മപ്പെടുത്തുക, ഇങ്ങനെയും ചില മനുഷ്യരുണ്ടായിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് ആദ്യം അറിയേണ്ടത് കമ്പനി സ്വാമി എന്താണ്. ഈ കമ്പനി സ്വാമിയുടെ യഥാർത്ഥ പേര്? അദ്ദേഹം പി നീലകണ്ഠ അയ്യർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ആദ്യം ഇവിടെ തളിപ്പറമ്പിൽ വരുമ്പോൾ കാണുന്നത് കംപ്ലീറ്റ് പട്ടിണിയായിരുന്നു. ആ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓരോ സംരംഭങ്ങളും തുടങ്ങുന്നത്. എന്തൊക്കെ സംരംഭങ്ങളായി? ആദ്യം അദ്ദേഹം 40 അമ്പർ ചെറുക്ക വെച്ചിട്ട് നെയ്ത്ത് ഇത് തുടങ്ങി. അതിലൊരു 45-50 പേർക്ക് ജോലി കൊടുത്തു. അങ്ങനെ ഓട്ട് കമ്പനിയായി, ടൈൽ ഫാക്ടറിയായി, മാച്ച് ബോക്സ് ഫാക്ടറിയായി, ഗോവർദ്ധൻ ഡയറി ഫാമായി, അങ്ങനെ പല വിധത്തിലുള്ള ഫാക്ടറീസ് തുടങ്ങി. അപ്പോഴൊക്കെ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്, ഇദ്ദേഹത്തിന് മൂലധനം എവിടെ നിന്നാണെന്നുള്ളതിൻ്റെ. ഇദ്ദേഹത്തിൻ്റെ ഫാദർ പരശുരാമ പട്ടർ എന്നാണെന്ന് പറയുക. ഈ ബ്രാഹ്മിൻസിന് അന്ന് പട്ടർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പരശുരാമ പട്ടർ കല്യാട്ടെശ്മാരുടെ കാര്യസ്ഥനായിരുന്നു. അതെങ്ങനെയാണ് ശരിക്കും ബേസ്? നിങ്ങൾ പാലക്കാടാണെന്നാണ് കേട്ടിട്ടുള്ളത്. എങ്ങനെ ഇങ്ങോട്ട് എത്തുന്നു? അതായത് കല്യാട്ടെശ്മാർ പാലക്കാട്ട് പോയി പരശുരാമ പട്ടരെ
പൂർണ്ണ കുംഭം കൊടുത്ത് ഇവിടത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് ചരിത്രം രേഖകൾ അതിൽ പറയുന്നത്. ഇപ്പോൾ കല്യാട്ടശ്മാരുടെ ഫാമിലിയും അതിൽ പുസ്തകങ്ങളും അതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ വർഷം അദ്ദേഹം അവിടെ പണിയെടുത്ത ശേഷം പണ്ടൊക്കെ കുറച്ച് സ്ഥലമായിട്ട് കൊടുക്കും, ശമ്പളം എന്ന് പറയുന്നതൊന്നുമില്ലല്ലോ, പണമായിട്ട് വളരെ കുറവായിരുന്നു. പക്ഷേ വിട്ടു പോരുമ്പോൾ, അദ്ദേഹത്തിന് വയ്യാതെ വിട്ടു പോരുമ്പോൾ 1 രൂപയുടെ അന്ന് പണ്ടത്തെ കോയിൻ, സ്വർണ്ണ നാണയം കൊടുത്തിരുന്നു. അപ്പോൾ ആ പണം വെച്ചിട്ടാണ് അദ്ദേഹം തളിപ്പറമ്പിൽ ഇതൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ ടാറ്റ, അംബാനിയെ പോലെ ഒരു വിഷണറി ആണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അദ്ദേഹം അല്ല. 2005, 2010, 2015 കാലഘട്ടത്തിൽ. ഓക്കെ, സോ വാസ് എ വിഷണറി എന്ന് ചോദിച്ചാൽ അല്ല, ഒരിക്കലും വിഷണറി അല്ല അദ്ദേഹം. അദ്ദേഹം നീഡ് ഓഫ് ദ അവർ എന്താണോ അതിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. അദ്ദേഹം ബിസിനസ് മാൻ ആണോ എന്ന് ചോദിച്ചാൽ ബിസിനസ് മാനും അല്ല. കാരണം അദ്ദേഹത്തിന് ഇതൊന്നും നടത്തിക്കൊണ്ട് പോകാനുള്ള യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തുടങ്ങും, ഇമ്മീഡിയറ്റ്ലി അവിടുത്തെ ജോലിക്കാർ അവരെ ഏറ്റെടുക്കും, അവർ നടത്തും. അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ പാത്തും ആ ഒരു വഴിയിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുറേ വർഷം കഴിഞ്ഞപ്പോൾ, ദാറ്റ് ഈസ് അറൗണ്ട് 1918 ഒക്കെ ആകുമ്പോൾ, സ്വാമി ഞങ്ങൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തു. 7 ബസ് സർവീസ് അന്ന് സ്റ്റാർട്ട് ചെയ്തു ആ കാലഘട്ടത്തിൽ. കൽക്കരി ആയിരിക്കും ബസ്സിൽ ഉപയോഗിച്ചിട്ടുണ്ടാകുക. മേ ബി അതിൻ്റെ ഒന്നും റെക്കോർഡ്സ് നമുക്കിപ്പം ഇല്ല. പക്ഷേ കുമരൻ മോട്ടോർ സർവീസ് 1650 ഏക്കർ സ്ഥലം സ്വന്തമായിട്ടുണ്ടായിരുന്നു. അത് ഏത് ദേശത്തായിരുന്നു? തളിപ്പറമ്പിലുണ്ടായിരുന്നു, പരിയാരത്തുണ്ടായിരുന്നു, തടിക്കടവ്, ചാണകക്കുണ്ട് തടിക്കടവ് ഭാഗത്താണ്. 1650 ഏക്കർ സ്ഥലം സ്വന്തമായി ഉണ്ടായിരുന്ന കുടുംബമാണ്. ഇന്ന് എത്ര ഏക്കർ ഉണ്ട് കയ്യിൽ? ഇന്ന് ലെസ് ദാൻ 1 ഏക്കർ എന്ന് പറയാൻ ഉള്ളൂ. കാരണം ഇത് പാർട്ടീഷൻ എന്നുള്ള ഒരു ആ സൊസൈറ്റിയുടെ ഒരു നോമ് വന്ന് എല്ലാവരും, ഇപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ, ഈ ഒരു നാട്ടിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഇല്ലാതായി. ദേ ഓൾ ഗോട്ട് മൈഗ്രേറ്റഡ്. ഇപ്പോൾ US, UK അങ്ങനെയുള്ള ഇതിലൊക്കെ. അപ്പോൾ ഈ 450 ഏക്കർ ആ കാലഘട്ടത്തിൽ ഈ സാധാരണക്കാർക്ക് വീതിച്ചു കൊടുത്തു. അതെ, അതൊക്കെ എങ്ങനെയാണ് പറയുന്നത്? അങ്ങനെയൊക്കെ ഒരു ചിന്ത അങ്ങനെ വന്നിരുന്നത് പണ്ട് ഞാൻ പറഞ്ഞല്ലോ, കമ്പനിസ്വാമി ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്ത് കുടിയേറ്റത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി അവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ സ്ഥലങ്ങളൊക്കെ കൊടുക്കുന്നത്. കാരണം ഈ സൗത്ത് നിന്നാണ് എല്ലാവരും കുടിയേറ്റത്തിൻ്റെ ഇവിടെ വന്ന ശേഷം പിന്നെ അവർക്ക് തന്നെ അത് കമ്പനിസ്വാമി കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. ഈ വന്യമൃഗ ഇതുണ്ടല്ലോ, നമുക്കിപ്പം പറയുന്ന ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്, സംഘർഷം. പണ്ട് ഓരോ ആൾക്കാർക്കും 50-100 ഏക്കറയും കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ട 1-2 ഏക്കർ മാത്രമേ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ പ്രകൃതിക്ക് വേണ്ടി വിടുവാണ്. ഇന്ന് കാണുന്ന മൃഗ സംരക്ഷണം അല്ലെങ്കിൽ സംഘർഷത്തിൻ്റെ ഒരിത് അന്ന് ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് വന്യജീവികൾക്ക് വിഹാരഭൂമി മനുഷ്യർ തന്നെ കൊടുത്തിരുന്നു. അതായത് അവർ 1-2 ഏക്കർ മാത്രമേ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന ഈ വീടിന് എത്ര വർഷം പഴക്കം? ഇതൊരു 122-124 വർഷം. 124 വർഷം. യെസ്, ഇതിന് പഴക്കമുണ്ട്. ഇത് അഗസ്ത്യ ഋഷി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം പ്രതിഷ്ഠയ്ക്ക് വന്നപ്പോൾ ഇവിടെ ആശ്രമമായിരുന്നു. അതായത് വളരെ ക്ലിയറായിട്ട് ചെല്ലൂർ നവോദയ ചെമ്പ് എന്നുള്ള പുസ്തകത്തിലൊക്കെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചിറയുണ്ട്. അതുകൊണ്ടാണ് ഈ ആശ്രമത്തി ചിറ എന്നാണ് ഇവിടുത്തെ പേര്. ആശ്രമത്തി ചിറവക്ക് എന്നുള്ളൊരു പേര് വരുന്നത് അതാണ്. ഈ ചിറയുടെ സൈഡിൽ ചിറവക്ക്. അപ്പോൾ ഈ ഭാഗം കംപ്ലീറ്റ് അദ്ദേഹത്തിൻ്റെ ആശ്രമമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ എത്രയോ വർഷക്കാലം അഗസ്ത്യ ഋഷിയാണ് ഇവിടെ ഉച്ചപൂജ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് തലമുറകളായിട്ട് കമ്പനിസ്വാമിക്ക് ഈ സ്ഥലം കിട്ടുകയും അത് അച്ചാച്ചന് കിട്ടി, അച്ചാച്ചനടുന്ന് അച്ഛന് കിട്ടി, അച്ഛൻ എനിക്കിപ്പം ഇവിടെ അന്നദാനം ഏതാണ്ട് 65 വർഷം അന്നദാനം നടന്നിരുന്നു. ഈ രാജരാജേശ്വര ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ മനുഷ്യരും വന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്? കാരണം ഇന്ന് മനുഷ്യരൊക്കെ നമ്മൾ ഭൗതികമായി വളർന്നപ്പം മതം വല്ലാതെ കടന്നു കയറുന്ന ഒരു കാലഘട്ടം. പണ്ടത് ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാ മനുഷ്യരും വന്ന്, ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഭവദാസൻ നമ്പൂതിരി, നമ്മുടെ മയിൽ, അവരുടെ വീട്ടിലും ഇതുപോലെ പന്തി ഭോജനം, എല്ലാ മനുഷ്യരും വന്ന് ഭക്ഷണം കഴിക്കുന്ന അങ്ങനെ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എല്ലാ ജാതി മത ഭേദമന്യേ മനുഷ്യർ വന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. വിശക്കുന്നവന് അന്നം നൽകിയിരുന്ന. എന്താണ് അതിൻ്റെ? അന്നദാനമാണല്ലോ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ബാക്കി എന്തൊക്കെ കൊടുത്താലും അവൻ മതി എന്ന് പറയില്ല.
അന്നം കൊടുത്ത് അവൻ്റെ വയറ് നിറയുമ്പോൾ മാത്രമേ മതി എന്ന് പറയുന്നുള്ളൂ. ആൻഡ് അദ്ദേഹം ഇവിടെ വന്ന് ഞാൻ പറഞ്ഞല്ലോ പട്ടിണിയാണ് കണ്ടത്. ആ പട്ടിണിക്ക് ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ഇതായിരിക്കണം ആ അന്നദാനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. പിന്നീടാണ് അവർക്ക് പണം ലഭിച്ചു, പിന്നെ വേറൊരു ഇത്, പിന്നെ അത് കണ്ടിന്യൂ ചെയ്തത് ആയിരിക്കണം. അതുകൊണ്ട് എനിക്കിപ്പോഴും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇവിടുത്തെ നാട്ടുകാരും പൂർവികരും പറഞ്ഞ ഉള്ള ഇതാണ്, അറിവുകളാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, അൺടച്ചബിലിറ്റി ഏറ്റവും അധികമുള്ള ഒരു കാലഘട്ടമായിരുന്നു. തൊണ്ടുകൂടാ, കണ്ടുകൂടാ, മാറി നടക്കണം, വഴിമാറി നടക്കണം, മാറി മറക്കാൻ അവകാശമില്ലാത്ത. ആ ഒരു സമയത്ത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഒന്നും നോക്കാതെ ഈ വീട്ടിൽ ഇവിടെയുള്ള ഇൻസ്ട്രക്ഷൻസ് വീട്ടുകാർക്ക് കൊടുത്തത് ആര് വന്നാലും അന്നദം കൊടുത്തോളെന്നാണ്. അത് എത്ര രാത്രി ആയാലും. അത് രാത്രിയൊക്കെ പണ്ടത്തെ ആ ഒരു കാഴ്ചപ്പാടായിരിക്കും. എന്നാ അതിനെ വിളിച്ചു ചോദിക്കുമായിരുന്നല്ലോ പണ്ട്. ചെറുകുന്നത്ത് ഇപ്പോഴും അത് വിളിച്ചു ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പട്ടിണി ആരെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടേ അന്നം കഴിക്കൂ. അല്ല, അതുകൊണ്ട് തന്നെയാണ് അന്നദാന പ്രഭു എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. അതായത് വലിയോറും അന്നദാന പ്രഭു എന്നാണ് പറയാ. കമ്പനി സ്വാമി എന്നും കൂടി അവർ പേര് പറയില്ല. വലിയോറും കമ്പനി സ്വാമി പുറത്തറിയപ്പെടുന്ന ഒരു കമ്പനികൾ കുറെ തുടങ്ങി കമ്പനി സ്വാമിയായി. അന്നം നൽകി അന്നദാന പ്രഭു തന്നെ ഇന്നും പറയുന്നത്. അതായത് തളിപ്പറമ്പിലെ ഈ ഇപ്പോൾ ഉള്ള പടുകൂറ്റൻ ബിസിനസ് ആൾക്കാരുടെ ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഫാദർക്കൊക്കെ ഇദ്ദേഹം വീട്ടിൽ ചാക്ക് അരി കൊണ്ടു കൊടുക്കുക. അത് ഇപ്പോൾ അവർ ഓർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ബൈക്ക് ഉണ്ട്, നോർട്ടൺ ബൈക്ക്, അതിന് സൈഡ് കാർ ഉണ്ട്, നമ്മൾ ഷോലെ സിനിമയിൽ ഉള്ള പോലെ. അപ്പോൾ അതിൽ ചാക്ക് അരി ഇട്ടിട്ട്, അരിമില്ലുണ്ട് ഇവിടെ, അരി ഇട്ടിട്ടാണ് തളിപ്പറമ്പിൽ കൊണ്ടു കൊടുക്കുക. കണ്ണൂർ ഒരു ഫാമിലിക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് പോയിട്ട്. അന്നദാന പ്രഭുവായിരുന്നു അല്ലേ അദ്ദേഹത്തിന്റെ പേരക്കുട്ടി. അദ്ദേഹത്തിന്റെ ഒരു ബ്ലെസ്സിങ്സ് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. ആൻഡ് പ്ലസ് എവറി ഡേ ഫോർ മോർ ദാൻ 55 years ഇവിടെ ഗണപതി ഹോമം നടക്കുന്നുണ്ട്. ദൈവപ്രീതിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും. അദ്ദേഹം റിലീജിയസുമാണ്, സ്പിരിച്വലുമാണ്, മതേതര മനസ്സുണ്ട്, എല്ലാവരും ചേർത്ത് നിർത്തും. യെസ്. എൻ്റെ ഒരു ചോദ്യം, ഈ റേഡിയോ ഉൾപ്പെടെയുള്ള ഈ നാടിനെ പരിചയപ്പെടുത്തിയൊരു മനുഷ്യനായിട്ടാണ് കേട്ടിട്ടുള്ളത്. അപ്പം ഈ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് താങ്കളുടെ ഒരു ഓർമ്മ, താങ്കൾ ഈ ആളുകൾ പറഞ്ഞ് കേട്ടതിനപ്പുറത്തേക്ക് താങ്കളുടെ പിതാവ്, അദ്ദേഹത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെയും നീലകണ്ഠൻ തന്നെയാണ്. ഈ കമ്പനി സ്വാമിക്ക് എത്ര മക്കളാണ്? 10 മക്കളുണ്ടായിരുന്നു. 6 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. അതിനകത്ത് എത്രാമത്തെ ആളാണ് താങ്കളുടെ പിതാവ്? എന്റെ പിതാവിന്റെ പിതാവാണ് മൂത്ത മകൻ കമ്പനി സ്വാമി. മൂത്ത മകന്റെ മകനാണ്. 4ാം തലമുറ. യെസ് യെസ്. അപ്പൊ താങ്കൾ കേട്ട കമ്പനി സ്വാമിയെ കുറിച്ച് താങ്കളുടെ ഒരു ഓർമ്മയിൽ അച്ഛൻ പറഞ്ഞു തന്ന എന്ന് പറഞ്ഞാൽ, മോനെ അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ മുത്തച്ഛൻ, അല്ലെങ്കിൽ മുതുമുത്തച്ഛൻ എന്നൊക്കെ പറയാം നമുക്ക്. ആ മുത്തച്ഛനെ കുറിച്ചൊക്കെ ഏറ്റവും മനസ്സിന് തട്ടുന്ന രീതിയിൽ പറഞ്ഞു തന്ന ഒരു ഓർമ്മയിലൂടെ നമുക്കങ്ങ് കടക്കാം താങ്കളിലേക്ക്. ബേസിക്കലി ഞാൻ വളർന്നൊക്കെ ഇവിടെ തന്നെയാണ്. അച്ഛൻ നമ്മളെ കൂട്ടുകുടുംബത്തിൽ. ജനിച്ചത് തമിഴ്നാടാണ്. അമ്മയുടെ പേരെന്താണ്? ഭുവനേശ്വരി എന്നാണ്. താങ്കളുടെ അച്ഛന്റെ പേര്? നീലകണ്ഠൻ. എല്ലാവരും നീലകണ്ഠന്മാരാണ്. ഇനീഷ്യൽ മാത്രമേ മാറുള്ളൂ. ഈ നീലകണ്ഠൻ, എൻ നീലകണ്ഠൻ. അതെന്താണ് അതിന്റെ മനഃശാസ്ത്രം? ഞങ്ങൾ ഈ ബ്രാഹ്മിൻസ് അങ്ങനെയുണ്ട്. ഫുൾ ഫോം എന്തായിരിക്കും? പരശുരാമ നീലകണ്ഠൻ. അതായത് എന്ന് വന്നാല് നീലകണ്ഠൻ പരശുരാമൻ എന്നായി. അങ്ങനെ തിരിച്ചു മറിച്ചു. എന്തായാലും നീലകണ്ഠൻ എല്ലായിടത്തും എല്ലാത്തിലും. അപ്പൊ താങ്കളുടെ അച്ഛന്റെ പേര് നീലകണ്ഠൻ. അതെ. അമ്മയുടെ പേര് ഭുവനേശ്വരി. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞാനും എന്റെ സിസ്റ്ററുമാണ്. 2 പേരേ ഉള്ളൂ. 2 പേര്. അപ്പം അച്ഛന്റെ അച്ഛനാണ് 10 മക്കള്. അതെ. നിങ്ങളുടെ അച്ഛന് 2 മക്കളേ ഉള്ളൂ. 2 മക്കളേ ഉള്ളൂ. ആ ഒരു കാലഘട്ടത്തിൽ മാറി വന്നു. 10 മക്കളിൽ 2ലേക്ക് മാറി. നാം 2, നമുക്ക് 2 ആ പോളിസിയിലേക്ക് വന്നു. യെസ്. എന്ന് പറഞ്ഞാൽ ഒരു 50s 60s ഒക്കെ ആവുമ്പോൾ കുറച്ചുകൂടി മാറ്റം, ലിറ്ററസിയും കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. താങ്കളുടെ ജന്മം എവിടെയാണ്? ഞാൻ തമിഴ്നാട് ധർമ്മപുരി എന്നൊരു സ്ഥലത്തിലാണ് ജനിച്ചത്. ജനിച്ച ഉടനെ തന്നെ എന്നെ ഇങ്ങോട്ട് കമ്പനി സ്വാമി കൊണ്ടുവരണം. അമ്മയുടെ അച്ഛൻ അവിടെയായിരുന്നു, റെയിൽവേസിലായിരുന്നു സീനിയർ മാനേജർ. അങ്ങനെ അവിടെയാണ് ഡെലിവറിക്ക് പോയത്. അമ്മ വീട്ടിലേക്ക് പ്രസവത്തിനായി മാത്രം പോയതാണ്. പ്രസവിച്ച ഉടൻ തന്നെ തിരിച്ച് ഇൻസ്ട്രക്ഷൻ ആയിരുന്നു ഇങ്ങോട്ട് പെട്ടെന്ന് കൊണ്ടുവരണം. നോർമലി ഒരു 6 months 8 months കഴിഞ്ഞാലാണ് ഞങ്ങൾ കൊണ്ടുവരിക. പക്ഷെ കമ്പനി സ്വാമി എന്തോ, അമ്മ ഇപ്പോഴും പറയും, അതൊരു ഇൻസ്ട്രക്ഷൻ പോലെ തോന്നിയിട്ട് പെട്ടെന്ന്
അന്ന് അങ്ങനെ ഒരു കമാൻഡിങ് പവർ ഉണ്ടായിരുന്നു. കമാൻഡിങ് പവർ മാത്രമല്ല, ഐ സ്ട്രോങ്ലി ബിലീവ് ഇങ്ങനെയുള്ള കുറെ ഘടകങ്ങളുണ്ട്. താങ്കളുടെ പിതാവ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്? അദ്ദേഹം കമ്മ്യൂണിസമിനെ പോലെ കുറെ ബിസിനസ് ഒക്കെ എന്തൊക്കെയായിരുന്നു ആ കാലത്ത്? തലപ്പുറമ്പിൽ ആദ്യമായിട്ട് സ്റ്റുഡിയോ കൊണ്ടുവന്നു അദ്ദേഹം, എയർ കണ്ടീഷൻ സ്റ്റുഡിയോ. എയർ കണ്ടീഷൻ സ്റ്റുഡിയോ ഏത് ഇയറിൽ? 1971. 71 എയർ കണ്ടീഷൻ സ്റ്റുഡിയോ, സ്വാമി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് തലപ്പുറമ്പിലെ രജിസ്ട്രാർ ഓഫീസിന്റെ ബാക്കിൽ. പിന്നെ അദ്ദേഹം ഈ വാഹനങ്ങളായിട്ട് ഭയങ്കര പ്രിയമായിരുന്നു. അപ്പോൾ എല്ലാ വാഹനങ്ങളും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ബെൻസ് തൊട്ട് താഴെയുള്ള സ്കൂട്ടർ വരെ യൂസ് ചെയ്തു. ആ കാലഘട്ടത്തിൽ എവറി 2 months 3 months അദ്ദേഹം വാഹനങ്ങൾ മാറ്റും. അങ്ങനെയാണ് ഞങ്ങൾക്കും വാഹനത്തോടുള്ള ഒരു കൂടുതൽ അറിവ്. സ്റ്റുഡിയോ അല്ലാതെ വേറെ സർവീസ് സെന്റർ കൊണ്ടുവന്നു വണ്ടികൾ. തളിപ്പറമ്പിൽ ആദ്യമായിട്ട് സർവീസ്. അപ്പൊ തളിപ്പറമ്പിൽ ആദ്യമായിട്ട് വാഹനം ഇറക്കിയത് നിങ്ങളാണ്, സർവീസ് സെന്റർ തുടങ്ങിയത് നിങ്ങളാണ്, തെരുവുകളൊക്കെ സ്ഥാപിച്ചത് നിങ്ങളാണ്, ആദ്യത്തെ ഫാക്ടറികൾ എല്ലാ ഫാക്ടറികളും. അതിനുശേഷം ഫസ്റ്റ് ബാങ്ക് ഇവിടെ കൊണ്ടുവന്നത് എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ്. തളിപ്പറമ്പ ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. തളിപ്പറമ്പ ബാങ്ക്. അതായത് എങ്ങനെ ആൾക്കാർ ഒന്ന് പറയാൻ തുടങ്ങി, സ്വാമി ഞങ്ങൾക്കൊക്കെ ഇപ്പം കുറച്ച് പണം കിട്ടാൻ തുടങ്ങി, ഈ പണം എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹം ബാങ്കിങ് സിസ്റ്റം കൊണ്ടു. ആ ബാങ്കാണ് വിജയ ബാങ്കായിട്ട് മേജ് ചെയ്തത് 1964. ബാങ്ക് കൊണ്ടുവന്നത് നിങ്ങൾ തന്നെ. ഇവിടുന്ന് നടുവിലേക്കുള്ള റോഡ് ആലക്കോട് തമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് പകുതി കമ്പനി സ്വാമിയാണ് ചെയ്തിരിക്കുന്നത്. തളിപ്പറമ്പ് ആലക്കോട് റോഡ് നിർമ്മാണത്തിൽ പോലും കയ്യൊപ്പ് സമസ്ത മേഖലകളിലും സമസ്ത ഇതിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പില്ലാത്തത് ഒരു സംഭവം ഇല്ല തളിപ്പറമ്പിൽ. ഇല്ല, അദ്ദേഹത്തിന് മാറ്റി നിർത്താൻ പറ്റില്ല. തളിപ്പറമ്പ് ആ മനുഷ്യനായിരുന്നു. അങ്ങനെ ആ ഒരു നമ്മൾ ഇപ്പോൾ പെരിഞ്ചല്ലൂർ എന്നൊരു പേര് തന്നെ, നാമധേയം തന്നെ ആൾക്കാർ മറന്നുപോയി. ഇപ്പൊ എല്ലാവരും തളിപ്പറമ്പ് എന്നാണ് പറയുന്നത്. പെരിഞ്ചല്ലൂരാണ് ആദ്യത്തെ തളിപ്പറമ്പിന്റെ പേര്. തളിപ്പറമ്പായിട്ട് ഡൈവേർട്ട് ചെയ്യുന്നത് തളികപ്പറമ്പ് എന്നായിരുന്നു ആദ്യം. അതാണ് ശോഷിച്ച് തളിപ്പറമ്പായി. പെരിഞ്ചല്ലൂർ എന്നുള്ളത് എപ്പോഴത്തെ നാമമായിരുന്നു ശരിക്കും? ആദ്യത്തെ നാമം പെരിഞ്ചല്ലൂർ. കമ്പനി സ്വാമി ഉള്ള സമയത്ത് പെരിഞ്ചല്ലൂരാണ്. കമ്പനി സ്വാമിയുടെ അല്ല, എത്രയോ മില്യൺസ് ഓഫ് രാജരാജേശ്വര ക്ഷേത്രം വരുമ്പോൾ തന്നെ പെരിഞ്ചല്ലൂർ എന്ന പേര്. യെസ്, അതായത് രാജരാജേശ്വര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവിടെയാണ് ഒരു 100 വർഷമായിട്ട് ആ പേര് ജനങ്ങൾ മറന്നുപോയി. പെരിഞ്ചല്ലൂർ എന്ന പേര് തന്നെ മറന്നുപോയി. പിന്നെ 2016 ഞാൻ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പെരിഞ്ചല്ലൂർ എന്നൊരു നാമധേയം സംഗീത സഭ തുടങ്ങിയിട്ട്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി എല്ലാവരും അറിയണം, ഇന്ന് ക്യാപിറ്റൽ, കൾച്ചറൽ ക്യാപിറ്റൽ ഏതാണെന്ന് വെച്ചാൽ കണ്ണും പൂട്ടി എല്ലാവരും പറയും തൃശ്ശൂരാണെന്ന്. കൾച്ചറൽ അതാണ് പറയാ. പക്ഷെ അതല്ല, തളിപ്പറമ്പാണ്. അതിന് രേഖകളുണ്ട്. രാജരാജേശ്വര കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തളിപ്പറമ്പ് രാജരാജേശ്വര അതിപ്പോൾ ഈ തൃശ്ശൂർ പൂരം വന്നതുകൊണ്ട് മാത്രമുള്ള അതിനേക്കാൾ വലിയ കഥ നമുക്കുണ്ട്, ചരിത്ര പശ്ചാത്തലമുണ്ട്, അതിന് പ്രൂഫുണ്ട്. അതിന് അത്രത്തോളം. കാരണം ഫസ്റ്റ് ബ്രാഹ്മണിക്കൽ സെറ്റിൽമെന്റ് കൊണ്ടുവന്നത് പരശുരാമൻ കൊണ്ടുവന്നത് ഇവിടെയാണ്. ഫസ്റ്റ് 64 കലകൾ തുടങ്ങിയത് തളിപ്പറമ്പിൽ. കൊട്ടുംപുറം ഇപ്പോഴും സാക്ഷിയാണ്. പണ്ടത്തെ ഇപ്പോഴത്തെ നോബൽ പ്രൈസിന് തുല്യമാണ് പണ്ട് പട്ടും പുടവയും വളയും കൊടുക്കുന്നത് ഏർപ്പാട് കൊട്ടുംപുറത്തുനിന്ന്. ഇതെല്ലാം ഇവിടുന്ന് തുടങ്ങിയതാണ്. ഒരു കൂത്താണെങ്കിലും ശരി, ഒരു കഥകളിയാണെങ്കിലും ശരി, അവിടെ തുടങ്ങി അത് കാണിച്ച ശേഷം പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വേറെ സ്ഥലത്ത് കളിക്കാൻ പോകാൻ പറ്റൂ. ഈ വിജയ് ശരിക്ക് പഠനം ഡെലിവറി കഴിഞ്ഞു അമ്മ അല്ല, മൂത്തത് ചേച്ചിയാണ്. ഈ താടി ഡെലിവറി കഴിഞ്ഞ് ഇവിടെ വരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? ഞാൻ സെൻട്രൽ സ്കൂളിലാണ്, കേന്ദ്രീയ വിദ്യാലയ കെൽട്രോൺ നഗറിലാണ് 10th വരെ പഠിച്ചു. കെൽട്രോണിലാണ്. എത്രാം ക്ലാസ് വരെ? 10 വർഷം. 10th വരെ ഒരേ വിദ്യാലയം. ഈ കേന്ദ്രീയ വിദ്യാലയത്തിലൊക്കെ പഠിച്ച ഒരു കുട്ടി എങ്ങനെയാണ് ഈ പെരുമ്പാമ്പിനെ അല്ലെങ്കിൽ രാജവെമ്പാലയെ കുറിച്ച് താങ്കൾ രാജവെമ്പാലയുടെ മുട്ടക്ക് കാവലിരിക്കുന്നു, എന്നിട്ട് രാജവെമ്പാല കുഞ്ഞുങ്ങൾ പിറക്കുന്നു, അതിനുള്ള അവസരം ഒഴുകുന്നു, എന്താണ് ഈ രാജവെമ്പാലയും താങ്കൾ തമ്മിലുള്ള ബന്ധം? ഇല്ല, ഞാൻ ഈ വീടുണ്ടല്ലോ, ഇന്നിപ്പോൾ 1 ഏക്കറേ ഉള്ളൂ. പണ്ട് 7.5 ഏക്കറായിരുന്നത്. ഇതിനുള്ളിൽ ആനയും കടുവയും കരടിയും ഒഴിച്ച് ബാക്കിയൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റും. ഇറ്റ്സ് സംതിങ് കോൾഡ് അർബൻ വൈൽഡ് ലൈഫ്. അതായത് മോണിറ്റർ ലിസാർഡ് ഉണ്ടായിരുന്നു, പാമ്പുകൾ ഉണ്ടായിരുന്നു, കിളികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ അറിയുന്ന മൃഗങ്ങളൊക്കെ ഞങ്ങളിവിടെ കാണുന്നുണ്ടായിരുന്നു. ഉടുമ്പടക്കം എല്ലാം ഞങ്ങളിവിടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രകൃതിയുമായിട്ട് എപ്പോഴും ഒരു ബന്ധം ഞങ്ങൾ സ്ഥാപിച്ചിരുന്നു, അറിയാതെ തന്നെ. പണ്ടെല്ലാം പ്രകൃതി തന്നെയല്ലേ.
നമുക്ക് സിറ്റി ലൈഫ് എന്ന് പറയുന്നതൊന്നും ഞങ്ങൾ ചെറുപ്പകാലത്ത് അറിയില്ലല്ലോ. ഇല്ല, അന്ന് ഈ പറയുന്ന 7.5 ഏക്കർ ഒരു ഗ്രാമമാണ് ശരിക്കും. ഗ്രാമമാണ്, സ്വന്തം ഗ്രാമം. അതില് 2 വീടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒന്നാരുടെ വീടായിരുന്നു ഇത്? മെയിൻ ഹൗസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു എത്ര മുറികളുടെ വീടാണ് ഇത്? 10-40 മുറികൾ ഉണ്ടായിരുന്നു. 10-50 പേര് ഇവിടെ താമസിച്ചിരുന്നു. 50 പേര്. അതായത് കുട്ടികൾ എല്ലാവരും കമ്പനിസ്വാമിയുടെ കുട്ടികൾ എല്ലാവരും 77-78 കാലഘട്ടത്താണ് ഓരോ പാർട്ടിഷൻ കഴിഞ്ഞ് പോകുന്നത്. അതുവരെ താമസിച്ചിട്ടുണ്ട്. താങ്കളുടെ ഈ 10ാം ക്ലാസ് വരെയുള്ള ആ ഒരു കേന്ദ്രീയ വിദ്യാലയം ആ കാലഘട്ടത്തിലെ ഫസ്റ്റ് ഞങ്ങൾ സെക്കൻഡ് ബാച്ചാണ് തുടങ്ങുമ്പോൾ. ഫസ്റ്റും സെക്കൻഡാണ് സെക്കൻഡ് ബാച്ച്. അപ്പോൾ താങ്കളുടെ ആ പഠനകാലത്തെ താങ്കളുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു? ഞങ്ങൾ സെൻട്രൽ സ്കൂൾ എന്ന് പറയുന്നത് എപ്പോഴും എലൈറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അന്ന് എന്തുകൊണ്ട് സെൻട്രൽ സ്കൂളിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടി? കാരണം ആർമിയിലും അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ സ്റ്റാർട്ടിംഗ് ബാച്ച് ആയിരുന്നു ഇവിടെ. എങ്ങനെ കിട്ടി അഡ്മിഷൻ? ഞങ്ങൾ എക്സാം എഴുതിയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. കാരണം അന്ന് തുടങ്ങുമ്പോൾ ഈ ഒരു ക്ലോസ് ഉണ്ടായിരുന്നില്ല. അതായത് ഓൺലി ഫോർ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇന്ന് ഞാൻ ഇവിടെ ഈ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു 35-40% ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് അന്നത്തെ കേന്ദ്രീയ വിദ്യാലയ. ഇന്നും അവരെ പറ്റി പറയുമ്പോൾ ഞാൻ സത്യം ഇതൊരു ഇന്റർവ്യൂ ആയതുകൊണ്ട് ഞാൻ എണീക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എണീച്ചു നിന്നു. എന്താണ് എക്സ്പീരിയൻസ്? പുതിയ കാലത്ത് അധ്യാപകരും കുട്ടികളും ഇല്ലല്ലോ, എല്ലാവരും അധ്യാപകരാണ്. സത്യമാണ്. ഇന്നിപ്പോ കുട്ടികൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. കാരണം അധ്യാപകർക്ക് കുട്ടികൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാലത്തേക്ക് നമ്മൾ മാറി. അപ്പൊ ഇന്ന് കുട്ടികൾ അധ്യാപകർ എന്നൊരു സത്യത്തിലില്ല. കാരണം അധ്യാപകൻ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവനെ ഏഴ് ചോദിച്ചിട്ട് അധ്യാപകർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഫിംഗർ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ആ കാലത്തെ അധ്യാപകരെയും ഞങ്ങൾ ഈ തളിപ്പറമ്പ് അവിടെ എത്തുമ്പോൾ, തളിപ്പറമ്പ് എന്ന് പറയുന്നത് കുഗ്രാമം തന്നെയല്ലേ, ഒരു ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ഊഹിക്കാൻ കൂടി പറ്റുന്നില്ല. ഇപ്പൊ ഒരു തളിപ്പറമ്പ് എങ്ങനെയായിരുന്നു? അല്ല, ലിറ്ററലി ഒരു ചെറിയൊരു ടൗൺ ആയിരുന്നു, ചെറിയൊരു ടൗണാണ്. അപ്പോൾ ആ ടൗണിൽ നിന്ന് ഞങ്ങൾ 3 ബസ് കയറിയിട്ട് വേണം സെൻട്രൽ സ്കൂൾ മാങ്ങാട് എത്താൻ. ഇന്ന് 10 മിനിറ്റിൽ എത്തുന്ന ഒരു സ്ഥലം. പണ്ടൊക്കെ 1.5 മണിക്കൂർ അവിടത്തേക്ക് ഞങ്ങൾക്ക് എത്തും. കുട്ടികളെ കാണുമ്പോൾ ബസ് നിർത്തില്ല, ഏനോ. പക്ഷേ വിദ്യാലയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തരുന്ന ഒരു എക്സ്പോഷർ കമ്പയർഡ് ടു അതർ മലയാളം സ്കൂൾ മീഡിയം സ്കൂൾസ് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ വലിയ രീതിയിൽ എക്സ്പോഷറായിട്ട് വന്നു. അവിടെയുള്ള ഓരോ ആക്ടിവിറ്റീസും ആൻഡ് പഠിപ്പിച്ച ടീച്ചേഴ്സ്, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഫസ്റ്റ് പ്രിൻസിപ്പൽ ശിവദാസൻ പിള്ളൈ സാറ് തൊട്ട് ശ്രീലത മിസ്സായാലും ശരി, ശ്രീലേഖ മിസ്സായാലും ശരി, പുഷ്പ മിസ്സായാലും ശരി, സഹദേവൻ സാറായാലും ശരി, മധുസൂദൻ സാർ, സുഷ്മ മിസ്, ഇന്ന് എല്ലാവരും ഓർമ്മയുടെ ഓർമ്മ മാത്രമല്ല, ഇന്നും ഞങ്ങളുടെ ബാച്ച് അവരായിട്ട് ബന്ധമുണ്ട്. അവരുടെ ബ്ലെസ്സിങ്സ് ഇന്നും ഉണ്ട്. അപ്പൊ അത്ര ഊർജിതം മാത്രമല്ല, ഈവൻ പാരൻസിനേക്കാൾ കൂടുതൽ ടീച്ചേഴ്സ് ആയിരുന്നു. ഇന്നത്തെ കാലത്ത് കുട്ടികളൊന്നും ചെയ്യാൻ പറ്റില്ല, പാരൻസ് വിടുന്നില്ല. പക്ഷെ അന്ന് ഞങ്ങളുടെ കംപ്ലീറ്റ് കൺട്രോള് അവരുടെ കയ്യിൽ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒന്നും മോശപ്പെടാതെ ഇന്ന് ഈ രീതിയിൽ വളർന്നത്. ഇന്നും അവർ ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ശ്രീലത മിസ്സിനെ പോലെയുള്ളവർ, ADGP ശ്രീ സാറുടെ സിസ്റ്റർ ഇന്നും ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ശ്രീ സാറിന്റെ ഫാദർ ഇവിടെ കോളേജ് അധ്യാപകനായിരുന്നു, SM കോളേജ് അല്ലേ? അങ്ങനെ എന്തോ ഒരു കണക്ഷൻ വന്നിട്ട് ഇവിടെ ട്രാൻസ്ഫർ ആയിട്ട് മിസ് ഇന്നും കണക്ഷൻ ഉണ്ട്. ഇന്നും ദേ ആർ ഗൈഡിങ് us, ദേ ആർ ഇൻ ഇൻസ്പിറേഷൻ ഫോർ ഓൾ ഓഫ് us. അത് ഒരിക്കലും മറന്നുകൂടാ പറ്റാത്തൊരു കാര്യമാണ്. ഏത് മേഖല എടുത്താലും ഞാൻ പറയുന്നതാണ്, ഗുരുക്കന്മാരുടെ ആ ഒരു അനുഗ്രഹം. യെസ്, ഞങ്ങൾ അടിച്ചിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊരു ലാളിത്യമുണ്ടായിരുന്നു, അവിടെ ഒരു ഒരു സ്നേഹമുണ്ടായിരുന്നു, ഒരു കരുതലുണ്ടായിരുന്നു. നിങ്ങൾ ഈ അവിടെ നിങ്ങളിപ്പം 10ാം ക്ലാസ് വരെ പഠിച്ചു. എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. നിങ്ങൾ പാമ്പിനെ സ്നേഹിക്കാൻ എപ്പോൾ തുടങ്ങി? പാമ്പിന്റെ ഭാഷ വരെ നിങ്ങൾക്ക് അറിയാമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പാമ്പിന്റെ ഭാഷ അറിയൂ? പാമ്പിന് അങ്ങനെ ഒരു ഭാഷയില്ല. പക്ഷേ അവർ ജസ്റ്റേഴ്സിലേക്ക് കൂടി നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ ജസ്റ്റേഴ്സ് നമ്മൾ അറിയണമെന്നില്ല. അത് പാമ്പ് മാത്രമല്ല, എല്ലാ മൃഗങ്ങളും. ഈ ഉരകജീവികളിൽ നിങ്ങൾ ഏറ്റവും കമ്മ്യൂണിക്കേഷൻ ഉള്ളത്, ഏറ്റവും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് രാജഗോപാലെ തന്നെയാണോ? വേറെ ഏതൊക്കെ ജീവികളല്ല? എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ രാജഗോപാലോട് ഇഷ്ടം തോന്നാൻ കാരണം ഞാൻ രാജഗോപാലെ ആദ്യമായിട്ട് കാണുന്നത് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് എന്നാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് ജസ്റ്റ് 2 മിനിറ്റാണ്. ഞാൻ അവിടുന്ന് ലഞ്ച് എടുത്തിട്ട് പോകുന്നത് MVRന്റെ ഇപ്പം പ്രൊഫസർ കുഞ്ഞിരാമൻ സാർ, ഞാൻ എൻ്റെ പ്രൊഫസർ കൂടിയാണ് സസീർ കോളേജിൽ. പക്ഷേ അന്ന് MVR സാർ ഞങ്ങളെയൊക്കെ ഫ്രീ ആയിട്ട് കാണാൻ വിടുമായിരുന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒരു 45 മിനിറ്റ്സ് കിട്ടും.
ആ ഒരു ടൈമിലാണ് ഞങ്ങൾ പോയിട്ട് രാജഗോപാലേൻ്റെ ചില്ലിലിട്ടായിരുന്നു പണ്ട് ആ AC-ലിട്ട്. പിന്നെ പാമ്പുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഞങ്ങളെ തറവാട്ടിന്റെ അപ്പൊ ഈ രാജഗോപാലയായിട്ട് ഒരു ഇന്റിമസി വരാൻ കാരണം അവിടെ കണ്ടതാണ്. പിന്നെ ഏതൊക്കെ ഉരകങ്ങളാണ് നിങ്ങളുടെ നിരീക്ഷണത്തിൽ വന്നിട്ടുള്ളത്? അല്ല, ഏറ്റവും മെയിനായിട്ട് വന്നത് രാജഗോപാല തന്നെയാണ്. കാരണം രാജഗോപാല എപെക്സ് അനിമലാണ്, ഇപ്പൊ ടൈഗറിനെ പോലെ. അപ്പൊ നമ്മൾ ടൈഗറിനെയും നിങ്ങളൊരു റോയൽ ബ്ലഡ് ആയതുകൊണ്ട് ഒരു റോയൽ ജീവിയായിട്ട് തന്നെ കണക്ഷൻ വെച്ചതാണോ? അയ്യോ, ഈ നീർക്കോലിയും ചേരയും ഒന്നും മൈൻഡ് ചെയ്യാതെ രാജഗോപാലയിലേക്ക് പോയത്? അല്ല, ഇവരെയൊക്കെ പഠിക്കണമെങ്കിൽ എനിക്ക് രാജഗോപാലനെ പറ്റി അറിഞ്ഞേ പറ്റുള്ളൂ. കാരണം എത്രയാണോ ടോപ്പിലുള്ളത് അവരെ ആദ്യം പഠിക്കണം. ആ ഫുഡ് ചെയിനിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങോട്ട് പോവാ. എപ്പോഴും താങ്കളെ കുറിച്ച് പത്രങ്ങളിൽ എന്റെ ശ്രദ്ധയിൽ ആദ്യമുള്ളത് താങ്കൾ എവിടെയോ ഒരു മുട്ട വിരിഞ്ഞ കഥയാണ്. എവിടെയാണ് ആ മുട്ട വിരിഞ്ഞത്? എന്തുകൊണ്ട് അത് തേടിപ്പോയി? കൊട്ടിയൂരിലായിരുന്നു. ഞാൻ 2016 ഇവിടെ വന്നപ്പോൾ എൻ്റെ പാസ്റ്റ് ഒന്നും ഇവിടെയുള്ള ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്താണ് താങ്കളുടെ പാസ്റ്റ്? ഞാൻ ഈ 10th കഴിഞ്ഞു സസ്യത്തിൽ എക്കണോമിക്സ് എടുത്തു. അതിനുശേഷം ഡബിൾ MBA. ഒരു ബന്ധമില്ല എക്കണോമിക്സും MBAയും ഈ രാജഗോപാലും തമ്മിൽ ഒരു ബന്ധമില്ല. പക്ഷേ ഞാൻ എല്ലാം ബന്ധിപ്പിച്ചിരുന്നു. കാരണം എനിക്ക് എക്കണോമിക്സ് MBA അത് ബന്ധമുള്ള സാധനമാണ്. അവിടെ നിന്ന് ഈ രാജഗോപാലിലേക്ക് എങ്ങനെ പോകുന്നു? അതായത് ഈ 8th തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തിരുന്നു എനിക്ക് ഈ ട്രിഗ്നോമെട്രിയും പൈത്തഗോറസും ബാക്കിയുള്ള സയൻസ് ഒന്നും എനിക്ക് അതൊരു ഡിഗ്രി എന്തായാലും വേണം. ഈ പാഷൻ എന്ന് പറയുന്നത് വെരി എക്സ്പെൻസീവ് ആണ്. അതായത് ഇപ്പോൾ 25 ദിവസം മാസത്തിൽ ഞാൻ കാട്ടിലാണ്. അപ്പൊ ഈ പാഷൻ ഞാൻ ഇന്ത്യയിലെ ഒരേ ഒരു വ്യക്തി മാത്രമാണ് ഇന്ത്യയിലെ എല്ലാ കാടുകളും കണ്ട്. അത് നിങ്ങളാണ്? യെസ്. അതായത് 103 നാഷണൽ പാർക്സ്, 470 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. പക്ഷെ വെറുതെ കാണുന്നതല്ല, ഓരോ സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ 2 മാസം 3 മാസം നിന്നിട്ടുള്ളത്. എങ്ങനെ നിൽക്കാൻ പറ്റും? അതിനൊരു പ്രൊഫഷൻ വേണം. അപ്പോൾ ഈ 8th തന്നെ ഐ ഡിസൈഡഡ് എൻ്റെ പ്രൊഫഷൻ സംതിങ് ടു റിലേറ്റഡ് ടു നേച്ചർ. അതിനുശേഷം ഞാൻ +2 പേരിന് 3rd ഗ്രൂപ്പ് എടുത്തു. പേരിന് +2 ഇല്ല, പ്രീ ഡിഗ്രി ആയിരുന്നു. എക്കണോമിക്സ് അന്നും എക്കണോമിക്സ് എടുത്തു. അധികം പഠിക്കണ്ടല്ലോ, ഡിഗ്രി. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും എനിക്ക് പല കാടുകളിലും എൻ്റെ പാഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു. ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഈ MBA എന്ന് പറയുന്നത് എല്ലാവരും മാസ്റ്റേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. പക്ഷേ എനിക്ക് മൈൻഡ് ബേസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ് ഈസ് മൈ ഡെഫിനേഷൻ ഓഫ് MBA. അപ്പോൾ ഈ ഒരു ഡെസിഗ്നേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ, ഹൈ ലെവലിൽ ഡെസിഗ്നേഷൻ കിട്ടണമെങ്കിൽ വി നീഡ് എഡ്യൂക്കേഷൻ. ഡിഗ്രി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, PG മസ്റ്റാണ്. അതായത് പ്രൊഫഷണൽ PG വേണം. വെറുതെ ഏതെങ്കിലും ഒരു PG എടുത്തുകൊണ്ട് കാര്യമില്ല. പ്രൊഫഷണൽ PG എടുക്കാൻ താങ്കൾ ഈ പറയുന്ന പ്രകൃതിയുമായി ചേർന്ന വിഷയങ്ങളിലേക്ക് പോയില്ല എന്നതാണ് എന്റെ പ്രശ്നം. ഇല്ല, നിങ്ങൾ 8ാം ക്ലാസ്സിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾ ചിന്തിക്കും 8ാം ക്ലാസ്സിൽ അയാൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ പ്രകൃതിയിലേക്കും ജന്തുശാസ്ത്രത്തിലേക്കും വന്യജീവി ആയിട്ട് ബന്ധപ്പെട്ട ഒരു PGയിലേക്ക് പോയില്ല, അല്ലെങ്കിൽ ഒരു ഡിഗ്രിയിലേക്ക് പോയില്ല? 90s നമുക്ക് അഡ്വൈസ് ചെയ്തു തരാൻ ആരുമില്ല. ഈ കാലഘട്ടത്തെ കുട്ടികൾക്ക് എല്ലാം ആരും അഡ്വൈസ് കോളേജ് ഒന്നുമില്ല. ആ കുട്ടികൾ സസൈറ്റ് കോളേജ് മാത്രമാണ് ഞങ്ങൾക്ക് പഠിക്കാൻ. പിന്നെ അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങൾ അതൊരു 5 വർഷം അടിച്ചു പൊളിക്കുകയായിരുന്നു. 5 years. പ്രൊഫസർ കുഞ്ഞിരാമനൊക്കെ ആ കാലത്ത് അവിടെ ഉണ്ട്. എന്റെ ശക്തനായ ലീഡർഷിപ്പിലൊക്കെ ഉള്ള ആളാണല്ലോ. പിന്നെ ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. എന്താണ് രാഷ്ട്രീയം സെൻട്രൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അറിഞ്ഞില്ല. അപ്പൊ ഡിഗ്രിക്ക് വന്നപ്പോൾ തന്നെ തുടങ്ങി. പ്രീ ഡിഗ്രിയും സസ്സൈഡ് തന്നെയാണ്. PG ചെയ്തത് MBA ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയാണ്. അതായത് UK-ലാണ് ഇത് ചെയ്തത്. അപ്പോൾ ഈ 5 വർഷം ഞാൻ ഫൈൻ ആർട്സ് സെക്രട്ടറി വരെയായി. സസ്സൈഡ് കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് KSU ആയിരുന്നു. പക്ഷേ എനിക്ക് എല്ലാവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. MSF SF എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. എൻ്റെ സീനിയേഴ്സ് ഇപ്പം സുബൈറുണ്ട്, PK സുബൈർ, മുസ്ലിമിൻ്റെ നേതാവുണ്ട്, പലരുണ്ട്. റഷീദ് ഉണ്ട് ഇപ്പോൾ CPM-ൻ്റെ ഭാഗത്തിൽ, സുരേഷ് ഉണ്ട് അഗെയിൻ CPM-ൻ്റെ ഇത്, ബിജുരാജ് ഉണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് SFIയുടെ ആയിരുന്നു പുള്ളി. ഇപ്പം മാതൃഭൂമിയുടെ
കൈരളി ടിവിയുടെ ഒക്കെ ഇതൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല ബന്ധം എല്ലാവരായിട്ട് എല്ലാ കുട്ടികളും ഞാൻ പറഞ്ഞില്ലേ ഈ കോളേജ് ലൈഫിൽ പുറത്തുള്ള രാഷ്ട്രീയവും അവിടുത്തെ രാഷ്ട്രീയവും ഒരു കുറച്ചൊരു ഒരു മാക്സിമം ഒരു 2 ആഴ്ചത്തേക്ക് ഒരു ഇത് ഞങ്ങൾ ഇന്ന് കാണുന്ന പോലെ പ്രശ്നങ്ങളില്ല. താങ്കൾ ഈ വനത്തിലെ ജീവിതം, താങ്കൾ ഈ പറഞ്ഞല്ലോ ഈ നാഷണൽ പാർക്കും ഈ വനങ്ങളിലൂടെയുള്ള ജീവിതവും ഈ വന്യജീവികൾക്കൊപ്പമുള്ള സഹവാസവും ഒക്കെ എങ്ങനെയാണത് കൊണ്ടുപോകുന്നത്? ഈ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഈ MBA എടുത്തപ്പോൾ എങ്ങനെയാണ് വനത്തിൻ്റെ അടുത്ത് നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളതൊരു ചിന്തയായി. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ഈ താജ് ഒബ്രോയ്സ് ഓൾ 5 സ്റ്റാർ റിസോർട്ട്സ് ആണ്. അവിടെ അവർക്ക് മാത്രമാണ് ഈ നമുക്ക് ജോലി കിട്ടാനുള്ളൊരു സാധ്യത. അവിടെ എങ്ങനെ എത്തിപ്പെടണം എന്നുള്ള ഒരു രീതിയിലെത്തി. അങ്ങനെ എനിക്ക് ഫസ്റ്റ് കോർബറ്റ് നാഷണൽ പാർക്ക്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, അതായത് ലോകത്തിലെ 3ാമത്തെ നാഷണൽ പാർക്ക് ഉത്തരാഞ്ചൽ, ഇപ്പം ഉത്തരാഖണ്ഡിലായി. അതായത് ലോകത്തിലെ 3ാമത്തെ നാഷണൽ പാർക്കും ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കുമാണ് ജിം കോർബറ്റ്. അവിടെ ഒരു റിസോർട്ടിൽ, താജിൻ്റെ ഒരു റിസോർട്ടിൽ ഒരു മാനേജറൽ പൊസിഷനിൽ ഞാൻ കയറി. അവിടെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഇത് വന്നത്. ഒരു ബ്രാഹ്മണനായിട്ട് ജനിച്ച് ഇത്രയും വലിയ ഫാമിലിയിൽ ജനിച്ച് ഒരു ഹോട്ടലിൽ പണിയെടുക്കുന്നു ഇല്ലേ? സൊസൈറ്റിക്ക് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് എന്താണ് പ്രത്യേകിച്ച് കാറ്റഗറി മാറി. ഒരു 5 സ്റ്റാർ ഷെഫ് എന്നൊക്കെ പറഞ്ഞ ലോക നിലവാരത്തിലാണ്. അന്ന് വെപ്പക്കാരൻ അല്ലെങ്കിൽ റിസപ്ഷനിൽ നിൽക്കുന്ന പയ്യൻ, അതിനപ്പുറത്തേക്കില്ല. അങ്ങനെ ഞാൻ അവിടെ ഒരു മാനേജറൽ പൊസിഷനിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1650 ഏക്കറുള്ള കുടുംബത്തിൽ നിന്ന് 450 ഏക്കർ സൗജന്യം കൊടുത്ത കുടുംബത്തിൽ നിന്ന് പോയിട്ടാണ് ഒരു ഹോട്ടലിലെ റിസപ്ഷനിൽ നിൽക്കുന്നത്. ഇപ്പം വേണമെങ്കിൽ ഒരു പോളിഷ്ഡ് ടേമിൽ റിസോർട്ട് എന്നൊക്കെ പറയാം. അങ്ങനെ കയറി. പക്ഷെ ആ റിസോർട്ടിൽ വന്നവരൊക്കെ ഹൈ ലെവൽ ഹൈ നെറ്റ്വർക്ക് ഉള്ള ആളായിരുന്നു. ഐ ഹാവ് സെർവ്ഡ് ബിൽ ക്ലിന്റൺ. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ 2003. അങ്ങനെ മോസ്റ്റ് ഓഫ് ദി പൊളിറ്റീഷ്യൻസിനെയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സെൻട്രൽ സ്കൂൾ പഠിച്ചതുകൊണ്ട് ഞങ്ങൾ ഇംഗ്ലീഷ് കമാൻഡ് കുറച്ച് നല്ലതാണ്. ആൻഡ് എനിക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. നേച്ചറിനെ പറ്റി എനിക്ക് അത് മാത്രമല്ല, ഞാൻ ഇവരെ സഫാരിയിലേക്ക് രാവിലെ 6 to 9:30 കൊണ്ടുപോകും. ഈവനിങ് ജീപ്പിൽ 3:30 to 6:30. സോ ഐ വാസ് ഗെറ്റിംഗ് പെയ്ഡ് ഫോർ മൈ ഹോളിഡേയ്സ് എന്നാണ് ഞാൻ പറയാം. എനിക്ക് ശമ്പളമായിട്ട് അല്ല, എനിക്ക് എൻ്റെ പാഷനും നേടാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണ് 24 വർഷം ഐ മൂവ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് നാഷണൽ പാർക്സിൽ. അതായത് ജിം കോർബറ്റ് ഒക്കെ കണ്ട ശേഷം ഞാൻ വേറൊരു നാഷണൽ പാർക്കിൽ വേറൊരു പ്രോപ്പർട്ടിയിൽ പോകും. അവിടെയും ഒരു 2 വർഷം കഴിഞ്ഞ് അപ്പോൾ 2 വർഷത്തിന് മുകളിൽ ഞാൻ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നിട്ടില്ല. അല്ല, അതിന് ഈ നാഷണൽ പാർക്കിൽ നിങ്ങൾ ഈ 5 സ്റ്റാർ ഫെസിലിറ്റിയിലാണോ താമസം? എൻ്റെ ചോദ്യം അതെ. അവിടെ നിന്നുകൊണ്ടാണ് ഈ സംഭവം എല്ലാം നടന്നത്. അതായത് സുനാമി അറിഞ്ഞത് ഞാൻ 1.5 വർഷത്തിന് ശേഷമാണ്. അത് അന്നേരം എവിടെ ഉണ്ടായിരുന്നത്? ഞാൻ കോർബറ്റിലായിരുന്നു. കോർബറ്റിൽ അപ്പോൾ പബ്ലിക്കായിട്ട് ബന്ധമില്ല, പൊതുസമൂഹമായിട്ട് ബന്ധമില്ല. ഗസ്റ്റ് വരും, അത്രേ ഉള്ളൂ. നോ ഇന്റർനെറ്റ്, നത്തിങ്. ഇപ്പൊ അതേ പ്ലേസിൽ ഇപ്പം 5G കിട്ടുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇല്ല, പേപ്പർ ഇല്ല. അതായത് ഡൽഹിയിൽ നിന്ന് 360 കിലോമീറ്റേഴ്സ് അവേ. കാട്ടിനുള്ളിലാണ്, കൊടുങ്കാറ്റിനുള്ളിൽ. യെസ്. അപ്പോൾ ഗസ്റ്റ് വരും, ഗസ്റ്റിനെ കൂട്ടിയിട്ട് പോകും. ഗസ്റ്റിനും ബേസിക് ഫുഡാണ്. ഇന്ന് കാണുന്ന പോലെ 35 ഡിഫറെന്റ് ഡിഷസ് ഒന്നും ഇല്ല. ബേസിക് ഫുഡാണ്. ഹാർഡ് കോർ വൈൽഡ് ലൈഫേഴ്സ് ആണ് വരിക, പ്രകൃതി ആസ്വദിക്കാൻ വരുന്നത്. ഇന്ന് 5 സ്റ്റാർ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലക്ഷറി അവിടെ വന്നു. ദോസ് ഡേയ്സ് ഇറ്റ് വാസ് ഓൺലി നെസസിറ്റീസ്. അപ്പൊ അങ്ങനെ ഈ പാമ്പുകൾ, ഉരകജീവികളിൽ ഏറ്റവും ഉരകജീവികളിൽ വേറെ ഏതൊക്കെയാണ്, ഈ വന്യമൃഗങ്ങൾ വേറെ ഏതൊക്കെയാണ് താങ്കൾ പഠിച്ചിട്ടുള്ള മേഖല? ടൈഗറിനെയും രാജവെമ്പാലയാണ്. രാജവെമ്പാലയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? താങ്കൾ പഠിച്ച രാജവെമ്പാല എന്താണ്? ആളുകളെ വിഴുങ്ങുന്നവൻ, കുഴപ്പക്കാരൻ. അതെ, അങ്ങനെയാണ് പൊതു സമൂഹത്തിൽ രാജവെമ്പാല ഇറങ്ങിയിട്ടുണ്ട്. ആളെ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയാം. ഈ 30 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ പറയാണ്, ഞാൻ എല്ലാ മൃഗങ്ങളെ പറ്റിയും നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കണം. കാരണം രാജവെമ്പാലനെ പഠിക്കുമ്പോഴും ടൈഗറിനെ പഠിക്കുമ്പോഴും അവർ നിൽക്കുന്ന ഹാബിറ്റാറ്റ്, അവർ നിൽക്കുന്ന ടോപ്പോഗ്രഫി, അനിമൽസ് എല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. താഴേന്ന് മുകളിലോട്ടല്ല, മുകളിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ജനങ്ങൾക്ക് പണ്ട് മുതൽ തന്നെ ഉള്ള ഒരു എന്താ പറയുക, ഒരു സാങ്കല്പികം ഇതാണ് ഈ പാമ്പുകളെ പറ്റിയിട്ടുള്ളത്. അതായത് പാമ്പ് കടിക്കും എന്നുള്ളത്. പാമ്പ് കടിക്കും, ശരി തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എപ്പോഴാണ് കടിക്കുക എന്നുള്ളത് കൂടി വിവേക ബുദ്ധിയുള്ള മനുഷ്യർ മനസ്സിലാക്കണം. നമ്മൾ ഉപദ്രവിച്ചാൽ മാത്രമേ ഒരു പാമ്പ് കടിക്കൂ. രാജവെമ്പാല എന്ന് പറഞ്ഞാൽ ആരാണ് ആ പേരിട്ടതെന്ന് ഇന്നും അറിയില്ല, ആർക്കും അറിയില്ല. കിങ് കോബ്ര. പക്ഷേ നമ്മളൊരു അനുമാനമാണ്. അതായത് തലയിൽ ഒരു ക്രൗണ് പോലെ അവർക്കൊരു ഷേപ്പ് ഉണ്ട്.
അതുകൊണ്ടാണ് രാജവെമ്പാലയുടെ ആ രാജാവിൻ്റെ ക്രൗൺ പോലെ രാജവെമ്പാലയേക്കാൾ വലിയ പാമ്പുണ്ടോ? വലുതുണ്ട്, അനാക്കോണ്ടയും പൈത്തൺസും ഒക്കെ ഉണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് വെനമസ് സ്നേക്കാണ് കിങ് കോബ്ര. അതായത് 18 അടി. ഒന്ന് ഊഹിച്ചു നോക്കുക, 18 ഫീറ്റാണ്. ആൻഡ് അവൻ മറ്റേ പൂച്ചയും എലിയും അതൊന്നും കഴിക്കില്ല. അവൻ രാജാവാണ്, വേറൊരു പാമ്പിനെ കഴിക്കുള്ളൂ. എല്ലാം കഴിക്കും. ഒരു രാജവെമ്പാല വേറൊരു രാജവെമ്പാലിനെ കഴിക്കും. അവന് പേര് തന്നെ സയൻറ്റിഫിക് ഒഫിയാഫാഗസ് ഹാന എന്നാണ്, ദ സ്നേക്ക് ദാറ്റ് ഈറ്റ്സ് അതർ സ്നേക്സ്. ആൻഡ് രാജവെമ്പാല മാത്രമാണ് ലോകത്തിൽ 4050 സ്പീഷീസ് പാമ്പിൽ നെസ്റ്റ് ഉണ്ടാക്കിയിട്ട് മുട്ടയിടുന്ന ഒരു പാമ്പ്. ജസ്റ്റ് ഇമാജിൻ, കൈയില്ല കാലില്ല, എന്നിട്ടും ആ ഇലകളൊക്കെ ചേർത്ത് നെസ്റ്റ് പോലെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി അതിനുള്ളിൽ മുട്ട വിരിയും. ഭയങ്കരമാണ്. ആൻഡ് ഇത് മുട്ട വിരിയുന്നല്ല അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നെസ്റ്റ് ഉണ്ടാക്കുന്നത് ഹെവി മൺസൂൺ ടൈമാണ്. ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഈ സമയത്താണ്. ഒരു ഡ്രോപ്പ് വെള്ളം ഇതിൻ്റെ അകത്ത് പോവില്ല. അത് നേച്ചേഴ്സ് ആർക്കിടെക്റ്റാണ് അവർ. ഇന്ന് നമ്മൾ കാണുന്ന ആർക്കിടെക്റ്റ് ഒന്നും അല്ല, മനുഷ്യർ ആർക്കിടെക്ട്. മഴക്കാലത്ത് കിളിക്കൂടുണ്ടാക്കി ആ കിളിക്കൂടിൽ ഒരു തുള്ളി വെള്ളം പോലും 3 ഫീറ്റിൻ്റെ അടുത്ത് ഇലകളൊക്കെ ചേർത്ത് കയ്യും കാലും ഇല്ല, വാലും ദേഹവും കൂട്ടിയിട്ടാണ് ഈ ഇലകൾ ഇങ്ങനെ ചേർക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഒരു മൃഗത്തോട് അല്ലെങ്കിൽ ഒരു റെപ്റ്റൈലിനോട് സ്നേഹം വരാതെ ഇരിക്കുക? യു ജസ്റ്റ് ഇമാജിൻ. ഐശ്വര്യ റായ് ഉണ്ട്, കിങ് കോബ്ര ഉണ്ട്. നമ്മളൊക്കെ കിങ് കോബ്രയെ ഞങ്ങൾ നോക്കുള്ളൂ. ബുദ്ധിയും കാര്യശേഷിയും കാര്യപ്രാപ്തിയും. ഒരു പ്രകൃതി എന്നൊരു ഉറുമ്പിന് നോക്കൂ. ഒരു ഉറുമ്പിന് ചെയ്യാൻ പറ്റുന്നത് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ് യു നെയിം എവറിത്തിങ്. യോഗ എവിടുന്നാണ് വന്നത്? ഇറ്റ്സ് പ്യൂർലി ഫ്രം നേച്ചർ. പണ്ട് പട്ടാഞ്ജലി തുടങ്ങിയത് കംപ്ലീറ്റ്ലി നേച്ചർ എന്നാണ്. അത് ശലഭാസനം ബട്ടർഫ്ലൈസിനെ കണ്ടു, മകരാസനം ക്രോക്കഡൈൽസിനെ കണ്ടു, ഭുജംഗാസനം മൂർഖനെ കണ്ടു. എല്ലാം പ്രകൃതി. മൂലാങ്കുലാസനം ആരിൽ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാകുക ഈ യോഗയും. അപ്പൊ സത്യത്തില് മനുഷ്യൻ ശ്രേഷ്ഠമായ ഒരു ജന്മമാണെങ്കിലും അതിനേക്കാൾ ശ്രേഷ്ഠതയേറിയ പണികൾ അറിയാവുന്നവരാണ് ഈ പറയുന്ന. ഫോളോ ലോ ഓഫ് നേച്ചർ. അപ്പോൾ താങ്കൾ ചോദിച്ചല്ലോ കടിക്കുമോ ഇല്ലെന്ന് ചോദിച്ചല്ലോ. അവർക്കൊരു ലോ ഉണ്ട്. എല്ലാ മൃഗങ്ങൾക്കും, കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും ആ ഒരു ലോ ഉണ്ട്. അവർ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണ് ആ ലോ? ബിഫോർ അറ്റാക്കിങ് അവർ വാർണിങ്സ് തരും. ആ വാർണിങ്സ് രാജവെമ്പാലയുടെ വാർണിംഗ് എന്താണ്? ഫസ്റ്റ് വാർണിംഗ് എന്ന് പറയുന്നത് അവൻ ഹുഡ് റേസ് ചെയ്യും, പത്തി വിടർത്തി. പിന്നെ അവൻ മോക്ക് ചെയ്യും, ഗ്രൗൾ ചെയ്യും. അവന് മൂർഖനെ പോലെ ഹിസ് ചെയ്യാൻ പറ്റില്ല. ഹി ഗ്രൗൾസ് ആണ്. അതായത് ഇവിടുന്ന് ഗ്ലോട്ടിസ് എന്ന ഇതിൽ നിന്ന് അവൻ ശബ്ദം ഉണ്ടാക്കുകയാണ്. ലാസ്റ്റ് സ്റ്റേജാണ് ഈ ടങ് ലെഫ്റ്റിലേക്ക് വരും അല്ലെങ്കിൽ റൈറ്റിലേക്ക് വരും. അവിടെയാണ് അവൻ ബൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ രാജവെമ്പാല കടിച്ച് മരിച്ചത് 3 പേരേ ഉള്ളൂ. ജസ്റ്റ് 3. അതാണ് രാജാവ്. അവൻ ആരെയും അങ്ങനെ ഉപദ്രവിക്കില്ല. അവന് വിഴുങ്ങൂന്ന് പറയുന്നത് ശരിയില്ല. അത് പൈത്തൺ മാത്രമാണ്. പക്ഷെ മനുഷ്യനെയൊന്നും വിഴുങ്ങാൻ പറ്റുമെങ്കിലും വിഴുങ്ങില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഈ ഫേക്ക് വീഡിയോസും മറ്റേതൊക്കെയാണ് ആക്ച്വലി മനുഷ്യരെ. ഇറ്റ്സ് അനദർ വണ്ടർഫുൾ ജംപ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ 10 കുട്ടികളിൽ നിന്ന് പാർട്ടീഷൻ ചെയ്ത് എല്ലാം കൊടുക്കുന്നു. അതുപോലെ ഒരു ടൈഗ്രസ് അവരുടെ കുട്ടികൾക്ക് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കും. ഒരു 20 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉണ്ടെങ്കിൽ ആ ടൈഗ്രസ് അവരുടെ മക്കൾക്ക് ഓക്കെ ഇത് നിൻ്റെ ഏരിയ, ഇത് എൻ്റെ ഏരിയ, ഇത് നിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു. അതിനുശേഷം ആ ഏരിയയിൽ ഇവർ കയറാൻ പാടില്ല. ദേ ഹാവ് ടു മാനേജ് ദ ടെറിട്ടറി. ആ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് നമ്മളെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. അല്ല, അവിടെ ഞാൻ എഗെയിൻ വ്യത്യസ്തമായിട്ട് ഞാൻ പറയും, നമ്മൾ കുടിയേറി കയ്യേറിയത് കൊണ്ടാണ്. അതെ, നമ്മൾ കയ്യേറി കഴിഞ്ഞപ്പോൾ അവരുടെ സ്പേസ് ഒന്നും ഇല്ലാതെ നമ്മളാണ് അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. പ്രത്യേകിച്ച് വയനാട്. ഞാൻ ഇന്നും പറയാണ്, വയനാടുകാർക്ക് എന്നോട് ദേഷ്യം തോന്നാം. ഒരു ആനയും ഒരു കടുവയും പുറത്തിറങ്ങുന്നില്ല. നമ്മൾ കയ്യേറി പോയി. ഞാൻ എപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയ കാടാണ്. എൻ്റെ ചെറുപ്പത്തിൽ നിന്ന്, അതായത് ഓൾമോസ്റ്റ് ലാസ്റ്റ് 38 ഇയേഴ്സ് ഞാൻ കാടിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓരോ സ്ഥലവും ഞങ്ങൾ കയ്യേറി ഒന്നും ഇല്ലാണ്ടാക്കി. ടുഡേ വി ആർ സോ സെൽഫിഷ്. ഒരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഇന്ന് കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിൽ നിന്ന് 66 ലക്ഷറി ബസ്സസ്സാണ് മൈസൂർ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. 2 ട്രെയിൻസ് പോകുന്നുണ്ട്. പക്ഷേ ഇന്നും തലശ്ശേരിക്കാർ എന്താ ആഗ്രഹിക്കുന്നത്? കണ്ണൂരുകാർ ഈ 39 കിലോമീറ്റർ നാഗർഹോലയിൽ കൂടി ഒരു ട്രെയിൻ സർവീസ് പോകണം. തലശ്ശേരി മൈസൂർ പാത അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ.
39 കിലോമീറ്ററാണ് ആ പാതയിലെ കൂടെ നടന്നിട്ടുണ്ട് ഞാൻ. ഇവിടെയുള്ള ഒരു ആക്ടിവിസ്റ്റും അതിന് വർക്ക് ചെയ്യുന്ന ഒരാളെയും ഇതുവരെ നടന്നിട്ടുണ്ടാവില്ല. ഞാൻ ആ 39 കിലോമീറ്റർ നടന്നിട്ടുണ്ട് വിത്ത് പെർമിഷൻ. അപ്പോൾ അറിയും ഇത്തരത്തിലെ കൊടും കാട്ടിൽ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കൂടിയാണ് നിങ്ങൾ അത്യാഗ്രഹത്തിന്റെ കടുപ്പമാണ്, അങ്ങേയറ്റമാണ്. തലശ്ശേരി മൈസൂർ റെയിൽ എന്ന സ്വപ്നം ഞാൻ അതിന് എഗെയിൻസ്റ്റ് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. എതിരാണ്. അവർക്ക് ജീവിക്കണം, വന്യജീവികൾക്കും ജീവിക്കണം. അല്ല, സി ആരാണ് ആദ്യം വന്നത് ഈ ഭൂമി? അവരാണ്. പിന്നെയാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഇപ്പം ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നവാസ്കയുടെ വീടുണ്ട്. ഞാൻ അവിടെ എനിക്ക് കുറച്ച് ശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നവാസ്കയെ ഞാൻ അവിടെ മാറ്റുന്നു. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സംഭവിച്ചു. അതിന്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിക്കുന്നത്. 100%. അതായത് ഒരു 70 വർഷം മുന്നേ നമ്മ പൂർവികർ ചെയ്തത് കുറേ വിഡ്ഢിത്തരങ്ങളുണ്ട്. അതാണ് ഇന്ന് നമ്മൾ. എൻ്റെ ചോദ്യം ഞാൻ അവസാനം പറഞ്ഞെടുത്താണ്. എല്ലാം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം, അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് മൊത്തത്തിൽ എല്ലാ ഗ്രന്ഥങ്ങളും പല ഗ്രന്ഥങ്ങളും സമൂഹത്തിന് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജീവി ജന്മം മനുഷ്യൻ്റേതാണ്. അവന് വേണ്ടിയാണ് എല്ലാം സൃഷ്ടി. അതുകൊണ്ടാണല്ലോ ആടിനോട് ചോദിക്കാതെ ആടിനെയും കോഴീനെയും പാമ്പിനെ തിന്നുന്നവരുണ്ട്. നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങളെ മുഴുവൻ മനുഷ്യർ തിന്നുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ട്? അല്ല, പക്ഷേ ഇതൊക്കെ ഇൻ്റർപ്രിട്ടേഷനാണ്. ഏത് ഗ്രന്ഥമായാലും ശരി, അത് സനാതന ധർമ്മത്തിലായാലും ശരി, മറ്റുള്ള മതസ്ഥരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം ഇറ്റ്സ് ഓൾ ഇൻ്റർപ്രിട്ടേഷൻ. താങ്കളുടെ കാഴ്ചപ്പാടാണ് ഈ കാര്യത്തിൽ? ഒരിക്കലുമല്ല. സി, ഞാൻ ഒരിക്കലും പറയുന്നില്ല മൃഗങ്ങൾ മാത്രമേ ഈ ഭൂമിയിൽ പാടുള്ളൂ എന്നുള്ളത്. ഒരു ഹാർമോണിയസ് ആയിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. അതിലാണ് മൃഗങ്ങൾക്ക് നൽകാത്തതൊന്ന് മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്, വിവേകബുദ്ധി. ആ വിവേകബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലവും ഉണ്ടാവില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വിവേകബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് 100% സത്യമാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ഡിബേറ്റിന് താല്പര്യമില്ല, ഡിസ്കഷന് ഞാൻ ആരായിട്ടും ഞാൻ റെഡിയാണ്. ഒരു ചോദ്യം, ഇപ്പൊ നീർനായയെ കുറിച്ചും അതിനിടയ്ക്ക് താങ്കൾ പഠനം നടത്തിയെന്ന് ഇത് താങ്കൾ ഇപ്പൊ പറഞ്ഞു രാജവെമ്പാലയും ടൈഗറും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നീർനായ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നീർനായ ഒരു സ്പെഷ്യൽ ഒരു പ്രൊജക്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ടി. കാരണം ഇപ്പോൾ നീർനായ എന്നുള്ളതൊരു കാണാൻ പറ്റാത്ത കാരണം നമ്മുടെ ഫെർട്ടിലൈസേഴ്സും ഞങ്ങളുടെ വേസ്റ്റൊക്കെ ഈ റിവേഴ്സും റിവർ ആൻഡ് ബെഡ്സിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അത്രത്തോളം അത് പൊല്യൂട്ടഡായി. അപ്പോൾ ഒരു സെഗ്മെൻറ്റിൽ ഗോവയിലും കബിനിയിലും അതിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളത് ചെയ്തതാണ്. ഇമ്പോസിബിൾ, ഞങ്ങൾക്ക് സെൻസസ് എടുക്കാനേ പറ്റില്ല. പക്ഷേ അതിനൊരു നമുക്കൊരു ഹോപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം പഴയതുപോലെ നമ്മൾ നീർനായിനെ ഈ ഭാഗങ്ങളിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു. നീർനായയുടെ വെറൈറ്റി എന്താണ് അതിന്റെ പ്രത്യേകതകൾ? അല്ല, പ്രത്യേകത എന്ന് വെച്ചാൽ ഇക്കോസിസ്റ്റത്തിനെ ഏറ്റവും വലിയ രീതിയിൽ അറിയാണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ജീവിയാണ്. ഇപ്പം എല്ലാവരും പറയുന്നുണ്ടല്ലോ എനിക്കിപ്പോൾ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, ഇവർ ഇറങ്ങുന്നുണ്ടോ, കാട്ടുപന്നി ഇറങ്ങുന്നു. ഒരു കാലഘട്ടത്ത് ഈ കുറുക്കന്മാരായിരുന്നു നമ്മുടെ നാട്ടിലെ ഒരു പ്രൊട്ടക്ടർ കമാൻഡോസ്. അവരെ പേടിച്ചിട്ട് നമുക്ക് ഇറങ്ങിയതേയില്ല ഈ വൈൽഡ് ബോർ എന്ന് പറയുന്ന കാട്ടുപന്നികൾ. കുറുക്കനില്ലാതെയായി. കാരണം കുറുക്കൻ്റെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട ഭക്ഷണം കോഴിയായിരുന്നില്ല. കോഴി പിന്നീട് വന്നതാണ്. അല്ല, ഞണ്ടായിരുന്നു. ഈ ഞണ്ട് ഇല്ലാതെയായി. ഞണ്ട് എങ്ങനെ ഇല്ലാതായി? നമ്മൾ ഈ കൃഷി ചെയ്യുന്ന രീതികൾ മാറി. അതായത് പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും അങ്ങനെയെല്ലാം ഇട്ട് ഞണ്ട് ഇല്ലാതെയായി, കുറുക്കൻ ഇല്ലാതെയായി. അപ്പോൾ കാട്ടുപന്നികൾ ഇതിനൊക്കെ കണക്റ്റഡ് ആണ്. നമ്മൾ മനുഷ്യർ അറിയാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഓരോ മൃഗങ്ങളുടെയും കോൺട്രിബ്യൂഷൻ. ഇന്ന് ഞാൻ ചോദിക്കുകയാണ് മനുഷ്യരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ പറയും ഓക്കെ ഞങ്ങൾ AI ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, മൂണിൽ ക്രിയേറ്റ് ചെയ്ത്. ഇതില്ലാതെയും നമുക്ക് ജീവിക്കാൻ ലക്ഷറി എന്നുള്ള ഇതിൽ നിന്ന് നെസസിറ്റിയിലേക്ക് ജീവിച്ചവരാണ് ഞങ്ങളുടെ പൂർവികന്മാർ. ഓക്കെ, താങ്കൾ ഈ സംഗീത ലോകത്തേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെയുണ്ടാകും? 2016 ഈ വീട്ടിൽ കയറി വരുമ്പോൾ ഞാൻ വന്ന് വാഷ്റൂമിൽ പോയി, അവിടെ ഞാൻ പാട്ട് കേട്ടു. ഞാൻ വന്ന് വരാന്തയിൽ കയറുമ്പോൾ പാട്ട് കേട്ടു. ഈ വീട്ടിൽ മുഴുവൻ സംഗീതമാണോ? അതെ. ഈ വീട് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ പെരിഞ്ചല്ലൂർ എന്നൊരു ഗ്രാമമായിരുന്നു നമ്മുടെ തളിപ്പറമ്പ് എന്നുള്ളത്. അപ്പോൾ കൾച്ചറൽ ക്യാപിറ്റൽ, ആ പെരിഞ്ചല്ലൂരിൻ്റെ പെരുമയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് 2016 ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് പെരിഞ്ചല്ലൂർ സംഗീത സഭ. അതായത് പെരിഞ്ചല്ലൂരിൻ്റെ പഴയകാല പ്രൗഢി വീണ്ടെടുക്കാൻ. ഒരു 102 കച്ചേരികൾ ഞാൻ ഈ ഒരു 10 വർഷത്തിനുള്ളിൽ നടത്തി. പെരിഞ്ചല്ലൂരിൽ നടത്തി. അതായത് ഞാൻ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ പേരിൽ ഒരു മെമ്മോറിയൽ ഹാൾ ചെയ്തു. അമ്പലത്തിൻ്റെ അടുത്ത്, ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിനടുത്ത്. ഇറ്റ്സ് എ വെരി ഡിവൈൻ പ്ലേസ് ആണ്. എത്രയോ വർഷങ്ങൾ പൂജകളും അതൊക്കെ എല്ലാവർക്കും വരാം. സംഗീതം ഇഷ്ടപ്പെടുന്ന ആർക്കും പെരിഞ്ചല്ലൂർ സംഗീത സഭയിൽ വരാം.
അവിടെ ഞാൻ പറഞ്ഞില്ലേ ഐ ട്രൈ ടു ഫോളോ വാട്ട് മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഹാസ് ഡൺ ഇറ്റ്. അതുകൊണ്ട് ഒരു കാലഘട്ടത്തും ജാതി മതമൊന്നുമില്ല. പക്ഷേ എന്താ, മൊബൈൽ അലൗ ചെയ്യില്ല. കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. അതായത് ഒരു സംഗീതജ്ഞ പാടുമ്പോൾ നിങ്ങൾക്ക് എണീച്ച് പോകാൻ പറ്റില്ല. സോ സീരിയസ് ആൾക്കാർക്ക് മാത്രമേ അവിടെ, നിങ്ങൾ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് വന്നാൽ മതി, ബാക്കി എല്ലാം മാറ്റി വെച്ചിട്ട് വന്നോളൂ. ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഒരു കലാകാരനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി കേരള ജനത അത് പഠിക്കും. അതൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഇതാണ്. അങ്ങനെ കുറേ ഡൂസ് ആൻഡ് ഡോൺസ് കൊണ്ടുവന്നു. 100 അതായത് പ്രഗത്ഭരായ കലാകാരന്മാർ. സാമ്പത്തികമല്ല, എനിക്ക് വലിയ സാമ്പത്തികമൊന്നും കൊടുക്കാൻ പറ്റില്ല. ആ ഒരു നമ്മളോടൊരു അടുപ്പം കൊണ്ട് 102 പ്രഗത്ഭരായ കലാകാരന്മാർ വന്നു. പിന്നെ ഞാൻ ഇവിടെയും ഈ വീട്ടിലും ഞാൻ കച്ചേരി നടത്തി. അതും എഗെയിൻ ലോകത്തിൽ ആദ്യമായിട്ടൊരു ഇതിപ്പോഴും 40 റൂമുണ്ടോ ഈ വീടിന്? ഇല്ല, ഇപ്പോൾ ഒരു 10-12 റൂം. ഈ 12 റൂമിൽ സംഗീതം കിട്ടുന്നുണ്ടോ? ഈ വീട് കോമ്പൗണ്ട് കംപ്ലീറ്റ് കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കിട്ടും. യെസ്, ഇത് ഞാൻ നടത്താനുള്ള കാരണം എന്ന് വെച്ചാൽ കച്ചേരി എന്ന് പറയുമ്പോൾ പല കീർത്തനങ്ങളുണ്ടാവും, പല രാഗങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായി പോയി. ഞാൻ എപ്പോഴും 1ാം ക്ലാസ് 2ാം ക്ലാസ് മാത്രമല്ല, നമ്മൾ കുറച്ച് മുകളിലോട്ടും വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു കൺസെപ്റ്റാണ് സംഗീതത്തിൽ ആനന്ദ സമർപ്പണം എന്ന് പറഞ്ഞ് ഒരു രാഗമെടുക്കും, ഒരു കീർത്തനം എടുക്കും, അതിൽ 2 മണിക്കൂർ. സോ ഇറ്റ്സ് ലൈക്ക് എ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റാണ് വരിക. ഇവിടെ താഴെ ഇരുന്നിട്ടാണ് സംഗീതജ്ഞർ പാടുക. പ്രഗത്ഭരാണ്. 30 പേരെ കേൾക്കാനുണ്ടാവുള്ളൂ. അതായത് 500 പേരുടെ മുന്നിൽ പാടുന്നവരാണ് ഇവിടെ വന്ന് പാടുന്നത്. ബിക്കോസ് ഇതൊരു പുതിയൊരു കൺസെപ്റ്റാണ് വിച്ച് എവ്രി വൺ അപ്രീഷിയേറ്റഡ് ഇറ്റ്. 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോവാണ്. അത് ലോകത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ക്യൂറേറ്റീവ് കെമിക്കൽസ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലുള്ളത് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവും മറ്റേ കച്ചേരി കേൾക്കുമ്പോൾ. ഞാൻ പറഞ്ഞ ഒരു 8 വർഷമായിട്ട് നിങ്ങൾ നോർമൽ കച്ചേരി കേൾക്കൂ, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അവിടെയാണല്ലോ മനുഷ്യൻ. ഈ വരുന്ന ഈ 30 പേരെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, ഈ ഒരു കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്? കംപ്ലീറ്റ്ലി ഫ്രീ. എവിടെ നിന്നൊക്കെ ആളുകൾ വരില്ല? ഈ 30 പേര് ആരൊക്കെയാണ്? കോഴിക്കോട്, ബാംഗ്ലൂർ, ചെന്നൈ, കണ്ണൂർ, തലശ്ശേരി, ഞാൻ വാട്സപ്പിലേക്ക് കൂടി അറിയിക്കും. എൻ്റെ സൗകര്യം, ആർട്ടിസ്റ്റിൻ്റെ സൗകര്യം. ആർട്ടിസ്റ്റ് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ വരും. കാരണം പണം ഒരു വലിയൊരു ഘടകമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മളത് റിക്വസ്റ്റ് ചെയ്താൽ അവർ ഇവിടെ വന്ന് പാടാൻ ഇപ്പം എന്നോട് റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സോ അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് ഞങ്ങൾ. അപ്പോൾ താങ്കളും പാടി തുടങ്ങി? ഇല്ലല്ലേ, നമ്മൾ ഇങ്ങനെ ചെറുങ്ങനെ പാടുകയുള്ളൂ. നമ്മൾ കർണാട്ടിക് മ്യൂസിക് ഞാൻ നല്ലൊരു രസിക്കാതാണ്. ഞാൻ അങ്ങനെ പറയാനാണ്. അല്ല, ഞങ്ങൾക്ക് ഭജൻസ് ആണ്. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കർണാട്ടിക്. ഈ രവിശങ്കറായിട്ടുള്ള ഒരു കെമിസ്ട്രി എന്താണ്? ശ്രീ രവിശങ്കർജി ആയാലും ശരി, സദ്ഗുരു ജഗ്ഗി വാസുദേവ് ആയാലും ശരി, ഞങ്ങൾ ഇവരെ ചെറുപ്പം മുതൽ എൻ്റെ യാത്രയിൽ നിന്ന് പരിചയപ്പെട്ടതാണ് ഇവരൊക്കെ. ഞാൻ വലിയ രീതിയിൽ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ ഓരോ യാത്ര കൂടുതലും എല്ലാ വർഷവും ബദ്രിനാഥ്, കേദാർനാഥ് പോവും, ഹിമാലയാസ് പോവും, പിന്നെ കാടുകൾ, എല്ലാ കാടുകളിലും പോകും. ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ 2ാമത്തെ വീട് എന്ന് പറയും. ആദ്യത്തെ വീട് എൻ്റെ വണ്ടിയാണ്. ഐ കീപ് ട്രാവലിംഗ്. അതൊരു മിനി വീടാണ് എല്ലാവരും പറയും. അതിൽ ഒരാൾക്ക് മാത്രമേ ഡ്രൈവർ സീറ്റിൽ മാത്രമേ ഇരിക്കാൻ പറ്റൂ. ബാക്കിയെല്ലാം എൻ്റെ സാധനങ്ങളും ചെറിയ മിനി ടോയ്ലറ്റും എല്ലാം രവിശങ്കറായിട്ടുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ് പറഞ്ഞത്? അതായത് ഈ ഭജൻസ് തുടങ്ങിയതാണ്, ബാംഗ്ലൂരിൽ നിന്ന് ഭജൻസ് തുടങ്ങിയതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശിഷ്യൻ സ്വാമി സദ്യോജാതായിട്ട് നല്ല ബന്ധമാണ്. സോ അങ്ങനെ ഒരു അടുപ്പം വലിയ രീതിയിൽ. ആൻഡ് ശ്രീ രവിശങ്കർജീനെ ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ ഹെലി സർവീസസ് സ്റ്റാർട്ട് ചെയ്തു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ബദ്രിനാഥിൽ ചാർധാം ട്രിപ്പ്. ഞാനാണ് അദ്ദേഹത്തിന് ആദ്യത്തെ അങ്ങോട്ടേക്ക് യാത്രയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, താങ്കൾ ഇതെല്ലാം ചെയ്യുന്നു, ഇതിനൊന്നും പ്രത്യേകിച്ച് പണം ഈടാക്കുന്നില്ല, താങ്കൾ ഈ റിസർച്ചിനെല്ലാം പോകുന്നു, താങ്കളുടെ പണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 1650 ഏക്കറൊക്കെ ഉണ്ടായിരുന്ന ആള് 450 കൊടുത്തു, എല്ലാവരും പാർട്ടീഷൻ ചെയ്തു പോയി. താങ്കളുടെ ഈ ജീവിതക്രമം ചിട്ടപ്പെടുത്താൻ ഇന്നത്തെ കാലത്തുള്ള സാമ്പത്തിക സ്രോതസ്സുകൾക്ക് വേണ്ടി താങ്കൾ എന്താണ് ചെയ്യുന്നത്? അതൊരു വലിയൊരു ചോദ്യമാണ്. അതിന് എനിക്ക് തന്നെ ചില സമയം ഉത്തരം കിട്ടാറില്ല. ഞാൻ 24 വർഷം ഞാൻ ഈ ഒരു ഫീൽഡിൽ, ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ ജനറൽ മാനേജറായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവിടുത്തെ സേവിങ്സ് കുറച്ചുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കൊടുക്കുമ്പോഴാണ് വരുന്നത്. ഞാൻ ഒന്നും എൻ്റെ പേരിൽ ചേരില്ല, എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ പേരിൽ പലതും ചെയ്യും. അത് അദ്ദേഹം അർഹിക്കുന്ന ഒരു ഇതാണ്. ഇന്നലെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു സ്ഥലത്ത് പോയിരുന്നു. അവിടെ കുറേ കിറ്റ് ഞങ്ങൾ കൊടുത്തിരുന്നു. ശരിക്കും ഓണത്തിന് ഞങ്ങൾ ദൂർത്തടിച്ച് കളയാണ്. ഈ ഒരു ഓണ അവസരം ദൂർത്തടിച്ച് കളയാണ്. ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാത്തവരാണ് ആ കിറ്റ് വാങ്ങാൻ വന്നത്, കൊട്ടില പാലിയേറ്റീവ് കെയറിൽ. അപ്പോൾ ഇതൊക്കെ ഞങ്ങളൊരു
ഉൾക്കാഴ്ച നമുക്ക് വേണം ജീവിതത്തിൽ. സഹോദരി എവിടെയുള്ളത് ഇപ്പോൾ? ഇവിടെ തന്നെയുണ്ട്, അമ്മയുടെ കൂടെ. എന്ത് ചെയ്യുന്നു? ഷീസ് എ ഹോം മേക്കർ. അവര് മാരീഡ് ആണോ? മാരീഡ് ആണ്. എന്താ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ബാംഗ്ലൂരിലാണ്, ഓട്ടോമൊബൈൽ. മക്കളുണ്ടോ അവർക്ക്? അവർക്ക് ഒരു മകനുണ്ട്, നെവ്യൂ ഉണ്ട്, ഗോകുൽ എന്നാ പറയും. അവൻ ഒരു ആർട്ട് ഇതായിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോഗ്രാഫി അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. താങ്കൾ വിവാഹിതനാണോ? ഐ എം എ ബാച്ചിലർ at 49. എന്തുകൊണ്ട്? താങ്കൾ ആദ്യം പറഞ്ഞില്ലേ എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, ആ ഒരു അവിടെയാണ് സെൽഫിഷ് കംപ്ലീറ്റ് വരുന്നത്. നമ്മളൊരു സ്പിരിച്വൽ പാത്തിൽ പോകുമ്പോൾ എൻ്റെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ശരിക്കും വരില്ല. അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. താങ്കളുടെ പിതാമഹന്മാർ കമ്പനി സ്വാമി ഉൾപ്പെടെ 10 മക്കളുള്ള കുടുംബമായിരുന്നു. അവർ പക്ഷേ കുടുംബത്തെ ചേർത്ത് നിർത്തി, സമൂഹത്തെ ചേർത്ത് നിർത്തി. അപ്പോൾ താങ്കളുടെ ഈ കാഴ്ചപ്പാടിൽ ഒരു വൈരുദ്ധ്യം ഇല്ലേ? ഇല്ല, ആ കാലഘട്ടത്ത് അങ്ങനെ ആയിരുന്നു. ആ ഒരു സാഹചര്യം ഇറ്റ് വാസ് മാനേജബിൾ, കൺട്രോളബിൾ. പക്ഷേ ഇന്ന് എല്ലാവർക്കും എക്കണോമിക് സോഷ്യൽ ഫ്രീഡം വന്നപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് സൊസൈറ്റി സ്വഭാവം ആ ഇക്വിലിബ്രിയം തന്നെ ഇക്വിലിബ്രിയം കംപ്ലീറ്റ് മാറി. അതിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബയോളജിക്കൽ ഐഡൻറ്റിറ്റിയിൽ ഇമ്പോർട്ടൻസ് ഒരിക്കലും കൊടുക്കുന്നില്ല. നമ്മൾ കർമ്മം ചെയ്യുക, ആ കർമ്മം 40 വർഷം 50 വർഷം നിന്നാൽ അതാണ് നമ്മുടെ സക്സസ്. അപ്പോൾ ഈ കാലഘട്ടത്ത് എനിക്ക് ശരി തോന്നിയത് ഞാനിന്ന് ചെയ്യുന്നു. അതിലെനിക്ക് ഒരു റിഗ്രറ്റുമില്ല. അന്ന് എൻ്റെ ഫാമിലി ബോയ്ക്കോട്ട് ചെയ്തു, എൻ്റെ നാട്ടുകാർ ബോയ്ക്കോട്ട് ചെയ്തു, എൻ്റെ ഫ്രണ്ട്സ് ബോയ്ക്കോട്ട് ചെയ്തു. ഞാൻ അന്ന് എടുത്ത തീരുമാനം ഇന്ന് അവർ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നു. സോ ഈ ഒരു തീരുമാനവും കുറേ വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു. ആരെങ്കിലും ഇപ്പോൾ പറയുന്നുണ്ടോ ഇതെല്ലാം ചെറിയ വട്ടാണ്, ഇങ്ങനെയൊന്നും നടക്കേണ്ട ആളല്ല, കുറച്ചുകൂടി വലിയ ലെവലിലേക്ക് പോകേണ്ട ആളാണ് എന്നൊക്കെ പറയാറുണ്ടോ? ഉണ്ട്, ഡെഫിനറ്റ്ലി. വെൽ വിഷേഴ്സ് എപ്പോഴും നമ്മുടെ കാര്യം പറയുമല്ലോ. ബട്ട് അത് അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടും അവർക്ക് പറ്റാത്തത് മറ്റുള്ളവർ ചെയ്യുമ്പോഴുള്ള ഈ താങ്കളുടെ ഈ വാഹനം ഉണ്ടല്ലോ, വീടെന്ന വാഹനം, അതിനകത്താണ് യാത്രയും ഉറക്കമല്ല. ഈ ഇന്ത്യ ഇപ്പൊ എത്ര കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും മൊത്തം? ഒരു മോർ ദാൻ ഒരു 6.5 to 7 lakhs kilometers. 7 lakh kilometers, 7 ലക്ഷം കിലോമീറ്റർ. അതും വനത്തിനുള്ളിലൂടെയുള്ള സഞ്ചാരമാണ്. വനത്തിലാണ് ജീവിതം. സിറ്റിയിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു മാസത്തിൽ 25 ദിവസവും വനത്തിൽ തന്നെയാണ്. 5 ദിവസമാണ് ഈ ഭൗതിക സാഹചര്യങ്ങളിലേക്ക് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. പെരിഞ്ചല്ലൂരിന്റെ പ്രൗഢി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബൊമ്മക്കൊലു എന്നുള്ളൊരു കൺസെപ്റ്റ് 2 വർഷം മുന്നേ ഇവിടെ തുടങ്ങി. ബൊമ്മക്കൊലു മലയാളികൾക്ക് സുപരിചിതമല്ല. അത് തമിഴ് ബ്രാഹ്മിൻസിന്റെ ഒരു ആചാരമാണ്. ഡ്യൂറിങ് നവരാത്രി ബൊമ്മയുടെ ത്രൂ നമുക്ക് ദൈവിക ഭാവം ഞങ്ങൾ കൊണ്ടുവരികയാണ്. ഓരോ കഥയാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കഴിഞ്ഞ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എല്ലാവരും പണ്ടുള്ളവരൊക്കെ വെറുതെ ദൈവങ്ങളുടെ ബൊമ്മ വെക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ ചെയ്തത് തീം ബേസ്ഡ്. ഇപ്പം പണ്ട് രാമായണം മഹാഭാരതം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അറിയില്ല. ഇപ്പം എന്നെ കണ്ടാൽ ആരാന്ന് പറയുക, ഒരു അമ്മ പറഞ്ഞോളൂ സാന്റാക്ലോസിനെ പോലെ ഉണ്ടെന്ന് പറയും. വശിഷ്ഠനാണ്, പരശുരാമൻ എങ്ങനെയാണെന്ന് ആരും പറയുന്നില്ല. സാന്റാക്ലോസ് ആണ് പെട്ടെന്ന് മനസ്സിലാവും. അതെ. പക്ഷേ ഇവിടെ ഞാൻ കഥാരൂപത്തിൽ ഇവിടെ ചെയ്തു. രാമായണത്തിൽ പല കഥകൾ, ആ കഥകളിലൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു എസൻസ് ഉണ്ട്. ആൻഡ് ഇവിടെ ഞാൻ ചെയ്തത് ബ്രാഹ്മണരുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ബർത്ത് ഓഫ് ജീസസ്, അള്ളാഹിൻ്റെ ആ ഇത് മെക്ക, അതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അതായത് നമ്മൾ മനുഷ്യർ. അപ്പോൾ താങ്കൾ ഈ ബ്രാഹ്മണൻ എന്നുള്ള ഒരു നമ്മൾ ഈ ബ്രാഹ്മണരെ കുറിച്ച് കേട്ടിരിക്കുന്നത്, ബ്രാഹ്മണന് സുഖമുണ്ടെങ്കിൽ ലോകത്തെല്ലാവർക്കും സുഖം എന്നാ, ബ്രാഹ്മണന് സുഖമില്ലെങ്കിൽ ലോകത്തിന് സുഖമില്ല. പക്ഷെ ഇപ്പം ജന്മം കൊണ്ട് ബ്രാഹ്മണരായവരാണ് ഇപ്പം പലരും, കർമ്മം കൊണ്ട് ബ്രാഹ്മണരാവുന്നില്ല. അല്ല, അങ്ങനെ ചില വരികൾ എന്റെയൊക്കെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ കർമ്മം അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അല്ലാതെ ബ്രാഹ്മണന്റെ സുഖമല്ല ഉദ്ദേശിക്കുന്നത്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനമുള്ളവനാണ്. ബ്രഹ്മജ്ഞാനമുള്ളവർ എന്തെല്ലാം പണി എടുക്കും? അല്ല, എന്ത് പണിയും എടുക്കാം. പക്ഷേ മറ്റുള്ളവർക്ക് മോശം വരുന്ന ഒന്നും ഒരു ബ്രാഹ്മണൻ ചെയ്യില്ല. ഒരു ബ്രാഹ്മണനല്ല, ഒരു വ്യക്തിയും ചെയ്യാൻ പറ്റില്ല. ബ്രഹ്മജ്ഞാനം അതാണ്. ബ്രഹ്മജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെയാണ് ഒരു പ്രശ്നം. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം ഉള്ളവനായിരിക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ കാറ്റഗറി വേറെ ഇല്ല. ആ ബ്രഹ്മജ്ഞാനം ആർക്കും ബ്രാഹ്മണനാകാം. ഡെഫിനറ്റ്ലി 100%. ഞാനിപ്പോ ഒരു കോൺട്രവേഴ്സി ഒന്നല്ല, ഞാൻ പല ക്ഷേത്രങ്ങളിലും ഞാൻ പറയുന്നതാണ്. ആർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം? പഞ്ചശുദ്ധിയിൽ 3 പാലിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം. അതായത് ദേഹശുദ്ധി വേണം, കുളിച്ചിട്ട് അമ്പലത്തിൽ പോകുമ്പോഴും. ആഹാരശുദ്ധി വേണം, നമ്മള് നോൺ വെജും അത് കഴിച്ചാൽ അമ്പലത്തിൽ പോകരുത്. വാക്ശുദ്ധി വേണം. ഈ 3 ശുദ്ധി ഉള്ളവരുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അമ്പലത്തിൽ കയറാം. ഇപ്പൊ ഞാനിപ്പോ ബ്രാഹ്മണനാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കിത് ഇല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോകാൻ പാടില്ല. അമ്പലം എന്ന് പറയുന്നത് ഒരു എനർജി സോഴ്സ് ആണ്. ആ എനർജി സോഴ്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷെ ഇപ്പൊ എന്തായി, ബ്രാഹ്മണർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ, അഹിന്ദുക്കൾക്ക്
അതുകൊണ്ട് നമ്മുടെ സനാതന ധർമ്മം ഒരിക്കലും നശിച്ചു പോകും. മതം എന്ന താങ്കളുടെ കോൺസെപ്റ്റ് തന്നെ മാറ്റാണ്, വ്യത്യാസമാണ്. ചിന്തയും മാറുന്നു. സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഈ ജീവിതം നൽകുന്ന, ഇപ്പം താങ്കൾക്ക് പറയാനാവുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ശരാശരി ഒരു മലബാറിലുള്ള ഒരു ശരാശരി മനുഷ്യന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആർജവത്തോടെ സംസാരിക്കാനുള്ള കരുത്ത് താങ്കൾ നേടിയിട്ടുണ്ട്. ഒന്ന്, താങ്കളുടെ പിതാമഹന്മാർ കടന്നു വന്ന വഴികൾ വേറിട്ട വഴികളാണ്. കിട്ടിയതെല്ലാം കെട്ടിപ്പിടിച്ച് തനിക്കും മക്കൾക്കും എന്ന് കരുതാതെ ജീവിച്ച ഒരു പാരമ്പര്യത്തിലെ അവസാന കണ്ണികളിൽ. ഇനി താങ്കളുടെ അടുത്ത തലമുറ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, കാരണം ഇനി വരുന്ന തലമുറ അവർ ഡിവൈഡ് ചെയ്ത് പല ലോകത്തേക്കും പോയി കഴിഞ്ഞു. താങ്കൾ കണ്ട, താങ്കൾ അറിഞ്ഞ, താങ്കൾ നടപ്പിലാക്കുന്ന ജീവിത രീതികളും താങ്കൾ നൽകുന്ന സന്ദേശങ്ങളും താങ്കൾ പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങളും. ഇപ്പൊ അത്താഴക്കൂട്ടം താങ്കൾ നടത്തുന്ന പരിപാടിയില്ലേ, എങ്ങനെയാണ് അതിന്റെ ഒരു പ്രവർത്തനം? അതുകൂടി ചോദിച്ചത്. ഷഫീഖും നമ്മുടെ തലശ്ശേരിയിലെ ഷംറീസും അത് ഇവിടെയാണ് തുടക്കം. തലശ്ശേരി തുടങ്ങി, പക്ഷെ ഇവിടെ കുറച്ച് വിപുലീകരിച്ചു. അതായത് നമ്മൾ ബെഗ്ഗിങ് കംപ്ലീറ്റ്ലി നിർത്തണം എന്നുള്ള ആ ഒരു യാചിക്കരുതാരും ഭക്ഷണത്തിന് വേണ്ടി. നടക്കുന്നുണ്ട് അത്താഴക്കൂട്ടം. അല്ല, അത്താഴക്കൂട്ടത്തിന്റെ ഇപ്പം പല കാര്യങ്ങളും ഇപ്പം വേണ്ട യാചിക്കുന്നത് വളരെ വളരെ കുറഞ്ഞു. അവിടെയാണ് അത്താഴക്കൂട്ടത്തിലൂടെ യാചകരില്ലാതായി. അതെ, ഭക്ഷണമൊക്കെ വെച്ചിരുന്നു പല സ്ഥലത്തും. ഇപ്പൊ അതൊന്നും വേണ്ട. ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ യാചന കുറഞ്ഞു. ഈ വ്യാപാരി വ്യവസായമൊക്കെ പണം കൊടുക്കുന്നത് നിർത്തി. പിന്നെ പല അമ്പലങ്ങളിലും ഇപ്പം അന്നദാനം തുടങ്ങി. ശ്രേഷ്ഠമായ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ എത്ര പേര് അർഹതപ്പെട്ടവർ കഴിക്കുന്നു എന്നുള്ളത് ഭക്ഷണം കഴിക്കട്ടെ. അങ്ങനെ ആ ഒരു രീതിയിൽ താങ്കൾക്ക് താങ്കളുടെ ജീവിതം വെച്ച് സമൂഹത്തോട് പറയാനുള്ള, താങ്കൾ ഇപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞത് ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു മതചിട്ടയിലുള്ള ഒരു സാധനമല്ല, അത് ശ്രേഷ്ഠമായ ഒരു ജീവിത ചര്യയാണെന്ന് താങ്കൾ ബോധ്യപ്പെടുത്തുന്നു. അവിടെ നിന്നുകൊണ്ട് താങ്കൾക്ക് സമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? ഓരോ മനുഷ്യനും സ്പിരിച്വൽ ആയിരിക്കണം എന്ന് ഞാൻ പറയും. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അമ്പലങ്ങളിൽ പോകുന്നതല്ല, നമ്മുടെ മനസ്സിന് നല്ല ചിന്തകൾ വേണം. മനസ്സിന് നല്ല ചിന്തയിലേക്ക് നയിക്കുക, നമ്മുടെ മറ്റുള്ളവരെ പറ്റിക്കുക, അങ്ങനെയുള്ള പല വൈസസ് ഉണ്ടല്ലോ. അതൊന്നും മനുഷ്യന് ഇല്ലാതെ ആക്കാനുള്ള ശക്തി മനുഷ്യനുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ പ്രകൃതിയെ പറ്റി പറയും. പ്രകൃതിയെ സംരക്ഷിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയില്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടി. ഇപ്പം ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ. നിങ്ങൾ പാമ്പിനെ കൊന്നോളൂ, മൃഗങ്ങളെ കൊന്നോളൂ, എനിക്കെന്താ ഉള്ളത്? ഞാൻ മേ ബി ഒരു ഫ്യൂ സെക്കൻഡ്സ് ഓർ ഫ്യൂ മിനിറ്റ്സ് ഓർ ഫ്യൂ ഡേയ്സ്. പക്ഷെ അടുത്ത ജനറേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അവരനുഭവിക്കാൻ പോകുന്ന വിഷമങ്ങൾ ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ പാരൻസിന് അത് മനസ്സിലായിട്ടില്ല. ഫ്രഷ് ഓക്സിജനും വാട്ടറുമാണ് അവർക്ക് വേണ്ടത്, അല്ലാതെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അല്ല. അത് ഒരു 10 വർഷത്തിന് ശേഷം വീഡിയോ ആരെങ്കിലും മൂല്യം മനസ്സിലാവും. കാരണം ഞങ്ങൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് യാചിക്കുകയാണ് ഓരോരുത്തരോടും. നിങ്ങൾ പ്രകൃതിയെ തകർക്കല്ലേ, അതിനോട് ചേർന്ന് ജീവിക്കൂ. നാളെയും നമുക്ക് വേണം ഈ ഭൂമി, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. ഈ 6.5 പതിറ്റാണ്ട് കാലം വയറ് വിശക്കുന്ന എല്ലാ മനുഷ്യർക്കും അന്നമൂട്ടിയ ഒരു വീട്ടിലാണ് നമ്മളുള്ളത്. നമ്മുടെ സക്സസ് സ്റ്റോറിയിലെ ഇന്നത്തെ കമ്പനി സ്വാമി ഉണ്ടല്ലോ, കമ്പനി സ്വാമി എന്ന് പറഞ്ഞാൽ തന്നെ ആളുകളുടെ വിശപ്പടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. വീടുകളിലേക്ക് വരെ ചാക്കിൽ അരി തൻ്റെ മോട്ടോർ വാഹനത്തിൽ കൊണ്ടുപോയി കൊടുത്തൊരു പാരമ്പര്യമുള്ള മനുഷ്യനാണ്. ആ വീട്ടിലാണ് ഇന്ന് നമ്മൾ സക്സസ് സ്റ്റോറി ടീമുള്ളത്. അപ്പോൾ ഇവരെ നിർബന്ധമാണ് ഉച്ചയ്ക്ക് ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ 6.5 പതിറ്റാണ്ട് കാലം ആയിരക്കണക്കിന് മനുഷ്യർ ഭക്ഷണം കഴിച്ച ആ വീടിൻ്റെ ഊട്ടുപുരയിൽ ഇരുന്നു കൊണ്ട് ഇന്ന് ഒരല്പം ഭക്ഷണം കഴിക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം എടുത്തിട്ട് സ്വയം കഴിക്കാനാണല്ലോ, സെൽഫ് സർവീസ് ആണല്ലോ. അപ്പോൾ കമ്പനി സ്വാമിയുടെ അല്ലെങ്കിൽ അന്നദാന പ്രഭുവിൻ്റെ പേരക്കുട്ടി പറയുന്നു, അത് ഇവിടുത്തെ ശീലമല്ല, എനിക്ക് ചില ചിട്ടവട്ടങ്ങളുണ്ട്. അദ്ദേഹം പ്രകൃതിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം, അതുകൊണ്ട് തന്നെ ആ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഭക്ഷണം വിളമ്പുകയാണ്. ആദ്യം എനിക്കൊരു ഉണ്ണിയപ്പം ഇവിടെ വെച്ചായിരുന്നു, അത് ഞാൻ എടുത്ത് തിന്നു, അത്ര ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത ഇത് നമ്മുടെ സനാതന ധർമ്മ പ്രകാരം പ്രത്യേകിച്ച് പരദേശി ബ്രാഹ്മണര്. എന്താണ് ഈ പരദേശി ബ്രാഹ്മണർ? അതായത് പുറമേ നിന്ന് വന്നവർ. നമ്മള് പാലക്കാട് നിന്ന് ഇങ്ങോട്ടേക്ക്, പാലക്കാട് കേരളം തന്നെയാണല്ലോ. അല്ല, പണ്ട് തമിഴ്നാട്, പാലക്കാട് നിന്ന് ഇങ്ങോട്ടേക്ക്. പരദേശി ബ്രാഹ്മണർ ആദ്യം നമ്മൾ കഴിക്കുന്നത് മധുരമാണ്. മധുരം കഴിച്ച് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഓപ്പൺ ചെയ്യാണ്. അതാണ് അതിന്റെ സയൻസ് ഉള്ളത്. അപ്പോ ഇത് പ്യുവർ ഗീയിൽ ചെയ്ത നെയ്യപ്പമാണ്. പ്യുവർ ഗീ തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിൽ എന്താണ് വെറൈറ്റി ആകുന്നത്? നമ്മുടെ ഇപ്പൊ ബ്രാൻഡിൽ നിന്നൊന്നും പ്യുവർ ഗീ പിന്നെ ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത? ലിറ്ററലി നമ്മുടെ ഗുജറാത്ത് ഗിർ ഗീയുടെ ഉണ്ടാക്കിയ നെയ്യപ്പമാണ്. അതായത് ഇന്ന് കിട്ടുന്ന നെയ്യൊന്നും നെയ്യല്ല. ഞാൻ പിന്നെ ആ കോൺട്രാക്ട്. അപ്പൊ ഇത് നെയ്യപ്പം
കഴിച്ചാലും ആ, ഹെവിനെസ് ഫീൽ ആവും. ഫീലില്ല. അതാണ് നെയ്യിന്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ രണ്ടാമത് നമ്മുടെ പായസമാണ്. ആദ്യം മധുരമാണ് കഴിക്കേണ്ടത്. ആദ്യം മധുരമാണ്. ഇത് പുത്തിരി, രാജരാജേശ്വരന്റെ പുത്തിരി പ്രസാദത്തിന്റെ ഒരു അരിനെ കൊണ്ടുണ്ടാക്കിയ പായസമാണ്. അതിപ്പോ കഴിക്കണോ? അതെ, ആദ്യം മധുരത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. അതെ, യെസ്. അടുത്ത് അപ്പൊ നിങ്ങളിത് എനിക്ക് തന്നിട്ടേ നിങ്ങൾ കഴിക്കാനിരിക്കും. 100%. അത് ഇവിടെയുള്ള എന്തുകൊണ്ടാണ് സെൽഫായിട്ട് സർവീസ് ചെയ്യേണ്ട, സ്വന്തം എടുത്ത് തിന്നണ്ടെന്ന് പറയാൻ കാരണം? നമ്മുടെ മനസ്സിനൊരു തൃപ്തി എപ്പോഴാണ് വരിക. യെസ്. മറ്റുള്ളവർക്ക്, പിന്നെ എന്റെ ഇൻഡസ്ട്രിയും അതാണല്ലോ, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയാണ്. മറ്റുള്ളവർക്ക് ഞങ്ങള് സുഖം നൽകുക. ഇങ്ങനെയുള്ള ഒരു സുഖങ്ങൾ, ചെറിയൊരു സുഖങ്ങൾ നമ്മള് നൽകുക. ഇതെല്ലാം തിന്നാൽ തന്നെ വയറ് നിറയൂല്ലോ അല്ലേ? അതെ, പക്ഷെ വയറും മനസ്സും നിറയുന്നതാണല്ലോ. ഈ ചോറിൽ എന്താ ഒരു കളർ കാണുന്നത്? അത് നമ്മള് ഈ ഭഗവാന് നിവേദിച്ച ശേഷമാണ് നമ്മൾ കഴിക്കുക. അതുകൊണ്ട് ഈ പരിപ്പ് ഭഗവാന് വെറും ചോറ് നമ്മൾ കൊടുക്കില്ല. പരിപ്പ്, തുളസി അങ്ങനെയുള്ളത് ചെയ്ത ശേഷമാണ്. അപ്പൊ അതിന്റെ പ്രസാദം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. യെസ്, ഓക്കെ. യെസ്. ഇന്ന് എല്ലാ കാര്യത്തിലും മതം കയറി കൈകാര്യം ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പം പ്രസാദം കൂട്ടിയൊക്കെ ചോറ് തിന്നാൽ ചിലപ്പോൾ വലിയ വിവാദമായി പോകാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. ഓക്കെ, കാരണം ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. യെസ്, ഒരു 2 കഷ്ണം കൂടി ഇട്ടോ. യെസ്, ഓക്കെ. അല്ല, ഇസ്ലാമിലും അത് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് പറയുന്നത്. എല്ലാറ്റിലും പറയുന്നതിൽ ഒന്ന് തന്നെയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇദ്ദേഹം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞതിന്റെ നിർവചനം പറഞ്ഞപ്പോഴാണ് നമ്മൾ ശരിക്ക് മനുഷ്യന് നന്മ നൽകുന്ന പ്രവൃത്തി ചെയ്യുന്നവൻ ആരാണോ അവനാണ് ബ്രാഹ്മണൻ. 100%. ഓക്കെ. ഇത് കടുമാങ്ങയാണ്. യെസ്, നമ്മുടെ ബ്രാഹ്മിൻസിന്റെ വീട്ടിൽ മാത്രം. അതിന്റെ കുറച്ച് ഗ്രേവി ഒഴിച്ചോ, കാണുമ്പോൾ ഒരു ഭംഗി. അതെ 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 അതെ. ഓക്കെ. ഇങ്ങനെ ചോദിച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷമുള്ള കാര്യം. ഇത് വളരെ സ്പെഷ്യലാണ്. അരിയനെ കൊണ്ടുണ്ടാക്കിയ കറുവടാം എന്ന് പറയും. കറുവട. നമ്മുടെ ഈ പപ്പടം അങ്ങനെയുള്ളത് നമ്മൾ അധികം യൂസ് ചെയ്യില്ല. കറുവട. അതായത് എണ്ണയിൽ ഇതിൽ വെളിച്ചെണ്ണയിൽ പൊരിച്ചുണ്ടാക്കുന്നതാണ്. അത് ബ്രാഹ്മിൻസിന്റെ വീട്ടിൽ മാത്രമാണ് ഉണ്ടാകുക. ഓക്കെ. അതായത് പപ്പടത്തിന് ഇനി ഒത്തിരി ചോദ്യങ്ങൾ വിജയോട് ചോദിക്കാനുണ്ട്. പക്ഷേ നമുക്ക് എല്ലാത്തിനും ചില പരിധിയും പരിമിതികളും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇത്തരം മനുഷ്യന്മാരൊക്കെ ഭൂമിയിൽ ഇനി എത്ര കാലം ഉണ്ടാകും? ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയരുകയാണ്. എഐയുടെ കാലത്തിലേക്ക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാത്തിനും അപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ജീവിത സൗകര്യങ്ങൾ മാത്രം, അവൻ്റെ ഇഷ്ടങ്ങൾ മാത്രം, അവൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പം പറയുന്നത് എന്താ? ഹാപ്പിയായി ജീവിക്കുക. അതിനപ്പുറത്തേക്ക് അതിനുവേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തി നിൽക്കുന്ന കാലത്ത് തളിപ്പറമ്പിൻ്റെ മണ്ണിൽ നിന്ന് നമ്മൾ പങ്കുവെക്കുകയാണ് വേറിട്ട ചില ചിന്തകൾ. പുതിയ കാലം ഇപ്പോൾ പറഞ്ഞല്ലോ, 10 വർഷം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞ് നിങ്ങൾ ശുദ്ധജലത്തിനും വായുവിനും വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു കാലത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കാതിരിക്കാൻ ആയിക്കഴിഞ്ഞു. ഇപ്പം ഡൽഹിയിലെല്ലാം നമ്മളിപ്പോൾ കണ്ടു തുടങ്ങി. നമ്മളും അതിനിരകളാകരുത്. നമ്മളുടെ വരും തലമുറയ്ക്ക് വേണ്ടിയും നമുക്ക് ചിലതൊക്കെ ചെയ്തു വെക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രേക്ഷകർക്കും ഒപ്പം കമ്പനി സ്വാമിയുടെ പേരക്കുട്ടിക്കും അങ്ങനെ അറിയാനാണ് ഞാൻ താങ്കളുടെ പേരേ പറയുന്നില്ല. നന്ദി, നമസ്കാരം.